ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത് എന്തായിരുന്നു ഓർക്കുന്നുണ്ടാവില്ലേ? നമ്മൾ ഇല്ലുസ്ട്രേഷൻ 1 ആണ് ചെയ്തത്, എൻ്റെ ഓർമ്മ ക്ലിയർ അല്ലേ? ഇതന്നെ എഴുതുന്നില്ലേ? നമ്മൾ ചെയ്ത ഇല്ലുസ്ട്രേഷൻ 1 ആയിരുന്നില്ലേ ക്ലാസ് അവസാനിപ്പിച്ചത്? യെസ്. ഓക്കെ, ഇനി ഇതിൽ ഡൗട്ട് ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നില്ല. കാരണം എന്താണ്, ഒരു ട്രാൻസാക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് അതിൻ്റെ ജേണലിലേക്ക് മാറ്റുന്നത്, അല്ലെങ്കിൽ ഏത് ഡെബിറ്റ് ചെയ്യണം, ഇത് ക്രെഡിറ്റ് ചെയ്യണം, നമ്മൾ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് പറഞ്ഞായിരുന്നു. ഒന്നും കൂടി റിവൈൻഡ് ചെയ്ത് നമുക്ക് എന്താണെന്നുള്ളത്, ഒരു ട്രാൻസാക്ഷൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ആസ് എൻ അക്കൗണ്ടൻറ്റ് നിങ്ങൾ എന്ത് ചെയ്യണം, ഏതൊക്കെ അക്കൗണ്ട്സ് ആ ട്രാൻസാക്ഷന് ഇൻവോൾവ്ഡ് ആണ്, ഏതൊക്കെ അക്കൗണ്ടാണ് ആ ട്രാൻസാക്ഷനിൽ വന്നിട്ടുള്ളത്, അത് നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ള ആദ്യത്തെ റെസ്പോൺസിബിലിറ്റി. രണ്ടാമതായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ആ അക്കൗണ്ടിൽ ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അത് ഡെബിറ്റ് ചെയ്യണോ ക്രെഡിറ്റ് ചെയ്യണോ. ട്രാൻസാക്ഷനിൽ ഡെബിറ്റും ഉണ്ടാവാം ക്രെഡിറ്റും ഉണ്ടാവാം, കാരണം നമ്മൾ ഫോളോ ചെയ്യുന്ന ഡബിൾ എൻട്രി സിസ്റ്റം ആണ്. അതുകൊണ്ട് ഏത് അക്കൗണ്ടിന് ഡെബിറ്റ് ചെയ്യണം, ഏത് അക്കൗണ്ടിന് ക്രെഡിറ്റ് ചെയ്യണം, ഇതായിരുന്നു നമ്മുടെ മുന്നിലുള്ള പ്രോബ്ലം. അത് നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ ചെയ്തത് ആ അക്കൗണ്ട് നാച്ചുറൽ ബേസ് കൊണ്ട് നമുക്ക് രണ്ട് മെത്തേഡ് ഫോളോ ചെയ്യാം. ഒന്നുകിൽ നമുക്ക് അമേരിക്കൻ അപ്രോച്ച് എടുക്കാം, അല്ലെങ്കിൽ ബ്രിട്ടീഷ് അപ്രോച്ച് എടുക്കാം. രണ്ട് അപ്രോച്ച് നമ്മൾ ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം നിങ്ങൾക്ക് ഏതാണോ എളുപ്പമായിട്ട് തോന്നുന്നത്, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സൊക്കെ ഡിസ്കസ് ചെയ്ത് എനിക്ക് തോന്നുന്നു അമേരിക്കൻ അപ്രോച്ച് ആയിരുന്നു എന്ന്. അമേരിക്കൻ അപ്രോച്ചിനെ ബേസ് ചെയ്തുകൊണ്ടാണെങ്കിൽ അങ്ങനെ അസറ്റ്, എക്സ്പെൻസ്, ലയബിലിറ്റീസ്, ക്യാപിറ്റൽ, ഇൻകം, എക്സ്പെൻസ്, ഇങ്ങനെ ക്ലാസിഫിക്കേഷൻ ബേസ് ചെയ്തുകൊണ്ട് അത് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഡെബിറ്റ് ചെയ്യണോ ക്രെഡിറ്റ് ചെയ്യണോ, അല്ലെങ്കിൽ ഡിക്രീസ് ചെയ്യുമ്പോൾ ഡെബിറ്റ് ചെയ്യണോ ക്രെഡിറ്റ് ചെയ്യണോ, ഇങ്ങനെ നോക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഓരോ അക്കൗണ്ട്സും. ഇപ്പോൾ എക്സാമ്പിളായിട്ട് ക്യാഷ് അക്കൗണ്ട് ആണെന്നുണ്ടെങ്കിൽ ക്യാഷ് അക്കൗണ്ട് ഒരു ട്രാൻസാക്ഷനിൽ വന്നിട്ടുണ്ട്, ആ ക്യാഷ് അക്കൗണ്ടിൻ്റെ നേച്ചർ ഏതാണ്, അത് അസറ്റ് ആണ്. അസറ്റ് ഇൻക്രീസ് ചെയ്യുകയാണോ ഡിക്രീസ് ചെയ്യണോ, ആ ട്രാൻസാക്ഷൻ നടക്കുമ്പോൾ ക്യാഷ് ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ അത് ഡെബിറ്റ് ചെയ്യണം, ഡിക്രീസ് ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യണം, ക്രെഡിറ്റ് ചെയ്യണം. കാരണം എന്താ, ക്യാഷ് എന്നുള്ളത് അസറ്റിൻ്റെ ബേസ് ആയിട്ടുള്ള അസറ്റ് ആയിട്ട് വരുന്നൊരു അക്കൗണ്ടാണ്. സോ അസറ്റുകളെല്ലാം എന്ത് ചെയ്യണം, ഇൻക്രീസ് ചെയ്യുമ്പോൾ ഡെബിറ്റ് ചെയ്യണം, ഡിക്രീസ് ചെയ്യുമ്പോൾ ക്രെഡിറ്റ് ചെയ്യണം. അങ്ങനെ റൂൾ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. സോ അങ്ങനെ ഓരോ അക്കൗണ്ട്സ് നമ്മൾ എന്ത് ചെയ്യും, ഡെബിറ്റ് ചെയ്യണോ ക്രെഡിറ്റ് ചെയ്യണോ തീരുമാനിക്കുന്നുണ്ട്. ഇതായിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. ഓക്കെ, ഇത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അതേപോലെ ഇല്ലുസ്ട്രേഷൻ 2ലും കുറച്ച് കാര്യങ്ങൾ തന്നിട്ടുണ്ട്. ടെക്സ്റ്റ് ഇല്ലുസ്ട്രേഷൻ 2 എടുക്കുക കേട്ടോ. ഇവിടെ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് അസർടൈൻ ഡെബിറ്റ് ക്രെഡിറ്റ് അണ്ടർ ബ്രിട്ടീഷ് അപ്രോച്ച് ഓർ ഡബിൾ എൻട്രി സിസ്റ്റം, കൺസിഡർ പ്രീവിയസ് ഇല്ലുസ്ട്രേഷൻ. നമ്മൾ കഴിഞ്ഞ ഇല്ലുസ്ട്രേഷനിൽ നമ്മൾ തോന്നുന്നു ക്ലാസ്സിൽ നമ്മൾ ചെയ്ത സമയത്ത് എടുത്തിട്ടുണ്ടായിരുന്നത് നമ്മുടെ അമേരിക്കൻ അപ്രോച്ച് ആയിരുന്നു അല്ലേ. ഇവിടെ ബ്രിട്ടീഷ് അപ്രോച്ച് എന്ന് സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ആ ബ്രിട്ടീഷ് അപ്രോച്ചിനെ ബേസ് ചെയ്തുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഡെബിറ്റ് ചെയ്താണ് ക്രെഡിറ്റ് ചെയ്താന്ന് പറയാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നോക്കാം നമുക്ക് എന്താണെന്നുള്ളത്. ഫസ്റ്റ് ഒരു ട്രാൻസാക്ഷൻ നടക്കുന്നു, ആ ട്രാൻസാക്ഷനിൽ ഇൻവോൾവ് ആയിട്ടുള്ള അക്കൗണ്ട്സ് ഏതാ, ക്യാപിറ്റൽ. അതായത് നമ്മളെ ഫസ്റ്റ് ഇല്ലുസ്ട്രേഷനിൽ ഏതായിരുന്നു ട്രാൻസാക്ഷൻ നോക്കൂ, സ്റ്റാർട്ടഡ് ബിസിനസ് വിത്ത് ക്യാപിറ്റൽ. സ്റ്റാർട്ടഡ് ബിസിനസ് വിത്ത് ക്യാപിറ്റൽ ഇതായിരുന്നു നമ്മുടെ ഇല്ലുസ്ട്രേഷൻ എന്നുള്ളത്. ആ ഇല്ലുസ്ട്രേഷനിൽ നമ്മൾ ബ്രിട്ടീഷ് അപ്രോച്ച് അല്ല, നമ്മൾ ഫസ്റ്റ് അപ്രോച്ച് അമേരിക്കൻ അപ്രോച്ച് വെച്ച് ക്ലാസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ബ്രിട്ടീഷ് അപ്രോച്ച് പ്രകാരം അതിൽ ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെ ഡെബിറ്റ് എങ്ങനെ ക്രെഡിറ്റ് ഇതാണ് നോക്കുന്നത്. അപ്പോൾ നമുക്കറിയാം സ്റ്റെപ്പ് 1 എന്താണ്, ഏതൊക്കെയാണ് അക്കൗണ്ട്സ് ഇൻവോൾവ് ആയിട്ടുള്ളത്, ആ അക്കൗണ്ടിൽ ഏതൊക്കെയാണ് വന്നത്, ആ ട്രാൻസാക്ഷനിൽ ഏതൊക്കെ അക്കൗണ്ട്സ് ആണ്. സ്റ്റാർട്ട് ബിസിനസ് വിത്ത് ക്യാപിറ്റൽ, ക്യാപിറ്റൽ ഉപയോഗിച്ച് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്കറിയാം ക്യാഷ് ഇൻവെസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് അവിടെ. സോ അവിടെ ക്യാഷ് വരുന്നുണ്ട്, ക്യാഷ് അക്കൗണ്ട്. ക്യാഷ് എങ്ങനെയാണ് വരുന്നത്, ക്യാഷ് വരുന്ന ഓൾറെഡി ക്യാപിറ്റലായിട്ട് കൊണ്ടുവരികയാണ്. സോ രണ്ടാമത്തെ അക്കൗണ്ട് ക്യാപിറ്റൽ അക്കൗണ്ട്, ക്യാഷ് അക്കൗണ്ട് വരുന്നുണ്ട്, ക്യാപിറ്റൽ അക്കൗണ്ട് വരുന്നുണ്ട്. ഇനി രണ്ടാമതായിട്ട് നമുക്ക് അറിയണം ഇതിന് ഏത് ഡെബിറ്റ് ചെയ്യണം ഏത് ക്രെഡിറ്റ് ചെയ്യണം, ഇത് നമുക്കറിയണം. ഇത് അറിയണമെങ്കിൽ എന്ത് ചെയ്യണം, അതിന് നാച്ചുറൽ ഏതാ നോക്കണം. നമ്മൾ നോക്കാം, നമ്മൾ പറഞ്ഞിട്ടുള്ളത് ഏതാണ്, ബ്രിട്ടീഷ് അപ്രോച്ചാണ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ഓരോ അക്കൗണ്ടും ഏത് നേച്ചറാണ് നോക്കാം. ക്യാഷ് അക്കൗണ്ട് ഏത് നേച്ചറാണ്, ക്യാഷ് എന്നുള്ളത് ഒരു റിയൽ അക്കൗണ്ട് ആണ്. നമ്മൾ റിയൽ അക്കൗണ്ട്, പേഴ്സണൽ അക്കൗണ്ട്, നോവൽ അക്കൗണ്ട് ഒക്കെ പഠിച്ച ആളുകളാണ്. സോ ക്യാഷ് എന്നുള്ള എന്ത് അക്കൗണ്ട് ആണ്, റിയൽ അക്കൗണ്ട് ആണ്. റിയൽ അക്കൗണ്ടിന്റെ റൂൾ എന്താ, ഡെബിറ്റ് വാട്ട് കംസ് ഇൻ. ക്യാഷ് എന്താ സംഭവിക്കുക, അവിടെ കംസ് ഇൻ, ഇങ്ങോട്ട് വരികയാണ് ചെയ്യുന്നത്. സോ നമ്മൾ എന്ത് ചെയ്യണം, അതിനെ ഡെബിറ്റ് ചെയ്യണം. നമ്മൾ എന്ത് ചെയ്യണം, ഡെബിറ്റ് ചെയ്യണം. ഇത് ക്ലിയർ ആണോ, ക്യാഷിന്റെ കാര്യം ക്ലിയർ ആണോ? എല്ലാവരും പറയൂ, ഡൗട്ടുള്ള ആളുകളുണ്ടെങ്കിൽ ചോദിക്കൂ.
ഓക്കെ. അടുത്തതായിട്ട് ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിലോ, ക്യാപിറ്റൽ എന്നുള്ളത് എന്താ അക്കൗണ്ടാണ്? പേഴ്സണൽ അക്കൗണ്ടാ. കാരണം എന്താണ്? എങ്ങനെ പേഴ്സണൽ ആണ്? നാച്ചുറൽ പേഴ്സൺ ആണോ? റെപ്രസെൻറ്റേറ്റീവ് പേഴ്സൺ ആണ് അല്ലേ? ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് ആര് റെപ്രസെന്റ് ചെയ്യുന്ന? ഓണർ റെപ്രസെന്റ് ചെയ്യുന്ന അക്കൗണ്ട് ആണ് ക്യാപിറ്റൽ അക്കൗണ്ട് എന്നുള്ളത്. സോ ക്യാപിറ്റൽ അക്കൗണ്ടിൽ നമ്മൾ പേഴ്സണൽ അക്കൗണ്ടുമായി ബന്ധപ്പെട്ട റൂൾ നമുക്കറിയാം. എന്താണ്? ഡെബിറ്റ് ദ റിസീവർ, ക്രെഡിറ്റ് ദ ഗീവർ. ഇവിടെ ക്യാപിറ്റൽ കൊണ്ടുവരുന്ന ആൾ അത് അങ്ങോട്ട് അയാൾക്ക് വാങ്ങുകയാണ് ചെയ്യുന്നത്, ബിസിനസ്സിലേക്ക് കൊണ്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അയാളെ സംബന്ധിച്ച് അയാൾ ഗീവ് ചെയ്യാണ് അല്ലേ? ഗിവറാണ്. സോ ഗിവറിന് എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. ഇത് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? ഇതേ അപ്രോച്ച് നമ്മൾ ഇതേ ട്രാൻസാക്ഷൻ നമ്മൾ അമേരിക്കൻ അപ്രോച്ച് ചെയ്ത ആളുകളാണ്. ഇനി അടുത്തതായിട്ട് നോക്കാം. അടുത്ത ട്രാൻസാക്ഷൻ എന്തായിരുന്നു? ബോട്ട് ഗുഡ്സ് ഫോർ ക്യാഷ്. ബോട്ട് ഗുഡ്സ് ഫോർ ക്യാഷ്. ക്യാഷ് കൊടുത്ത് എന്ത് ചെയ്തു? നമ്മൾ സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ട്, ബിസിനസ്സിന് ആവശ്യമായുള്ള ഗുഡ്സ്. എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ. പർച്ചേസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ബോട്ട് എന്ന് വരുമ്പോൾ ഗുഡ്സ് ആണെന്നുണ്ടെങ്കിൽ എപ്പോഴും എന്താണ് നമ്മൾ അക്കൗണ്ട്? ഗുഡ്സ് ആണ് വരുന്നുണ്ടെങ്കിൽ ഏത് അക്കൗണ്ടാണ് വരിക? പറയൂ, ഏത് അക്കൗണ്ടാണ്? അനഘാദാസ്, ഏത് അക്കൗണ്ടാണ് വരിക? ഗുഡ്സ് എന്ന് വരുന്നു കഴിഞ്ഞാൽ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ഗുഡ്സ് ആണെന്നുണ്ടെങ്കിൽ ഏത് അക്കൗണ്ട് വരും? അനഘ, ഞാൻ പറയുന്നത് കേൾക്കുന്നില്ല. അശ്വിന ഷെറിൻ ഏത് അക്കൗണ്ടാ വരിക? അതാ നിങ്ങൾ റെസ്പോൺസ് ഇല്ല എന്നുണ്ടെങ്കിൽ ഇത് പക്ക ബോറിംഗ് ആയി മുന്നോട്ട് പോകും. പർച്ചേസ് അക്കൗണ്ട്. യെസ്, ഗുഡ്സ് ആണെന്നുണ്ടെങ്കിൽ പർച്ചേസ് അക്കൗണ്ട്. എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, വാങ്ങുന്നത് ഗുഡ്സ് ആണെങ്കിൽ മാത്രമേ പർച്ചേസ് അക്കൗണ്ട് എന്ന് എടുക്കുള്ളൂ. അത് അവിടെ അസറ്റും ആയിരുന്നെങ്കിൽ ആ അസറ്റിന്റെ പേരിലാണ് നമ്മൾ എടുക്കുക. സോ ഇവിടെ ഗുഡ്സ് ആയതുകൊണ്ട് ഒരു അക്കൗണ്ട് പർച്ചേസ് അക്കൗണ്ടാ. എങ്ങനെ പർച്ചേസ് അക്കൗണ്ട് മാത്രമാണ് വരുന്നത്? ആ ട്രാൻസാക്ഷൻ എന്ത് കൊടുക്കുന്നുണ്ട്? ക്യാഷ് കൊടുത്തിട്ട് നമ്മൾ സാധനം വാങ്ങുന്നത്. സോ പർച്ചേസ് അക്കൗണ്ടും ക്യാഷ് അക്കൗണ്ടും രണ്ട് അക്കൗണ്ട്സ് അവിടെ ഇൻവോൾവ്ഡ് ആണ്. ഇനി ഇതിൽ ഏത് ഡെബിറ്റ് ചെയ്യണം, ഏത് ക്രെഡിറ്റ് ചെയ്യണം, നമ്മൾ എങ്ങനെ തീരുമാനിക്കും? അതിന് നാച്ചുറൽ നോക്കാം നമുക്ക്. നമ്മൾ ഫോളോ ചെയ്യുന്ന ബ്രിട്ടീഷ് അപ്രോച്ച് ആണ് ഈ ക്വസ്റ്റ്യനിൽ. സോ പർച്ചേസ് അക്കൗണ്ട് എന്നുള്ളത് എക്സ്പെൻസ് ആണ് അല്ലേ? പർച്ചേസ് നമ്മുടെ എക്സ്പെൻസ് ആണ്. എക്സ്പെൻസുകളൊക്കെ എന്താണ്? നോമിനൽ അക്കൗണ്ട് ആണ്. എക്സ്പെൻസ് വന്നിട്ടുള്ളത് നോമിനൽ അക്കൗണ്ട് ആണ്. നോമിനൽ അക്കൗണ്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏതൊക്കെയായിരുന്നു? ലെഗ് ഐ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? ലെഗ് ഐ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തായിരുന്നു? ലോസ് വരുന്നുണ്ട്, എക്സ്പെൻസ് വരുന്നുണ്ട്, ഗെയിൻസ് വരുന്നുണ്ട്, ഇൻകംസ്. ഇങ്ങനെയുള്ള എല്ലാ അക്കൗണ്ട്സും എന്താ? നോമിനൽ അക്കൗണ്ട്സ് ആണ്. നോമിനൽ അക്കൗണ്ട്സിൽ എന്താ റൂള്? ഡെബിറ്റ് ഓൾ എക്സ്പെൻസസ് ആൻഡ് ലോസസ്. എല്ലാ എക്സ്പെൻസിനെയും ലോസിനെയും ഡെബിറ്റ് ചെയ്യണം. പർച്ചേസ് എന്താണ്? പർച്ചേസ് എന്നുള്ളത് എക്സ്പെൻസ് ആണ്. എക്സ്പെൻസിന് എന്ത് ചെയ്യണം? എക്സ്പെൻസ് വന്നു കഴിഞ്ഞാൽ ഡെബിറ്റ് ചെയ്യണം. എക്സ്പെൻസ് കൂടുകയാണ്, അപ്പോൾ എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. ഡെബിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത അക്കൗണ്ടിലേക്ക് നമ്മൾ നോക്കി. അടുത്ത ഏതാണ്? ക്യാഷ് അക്കൗണ്ട്. ക്യാഷ് അക്കൗണ്ടിൽ എന്ന് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തു. എന്താണ്? റിയൽ അക്കൗണ്ട് ആണ്, അസറ്റ് ആണ്. അതുകൊണ്ട് റിയൽ അക്കൗണ്ട് ആണ്. എല്ലാ അസറ്റുകളും എന്താണ്? റിയൽ അക്കൗണ്ട്സ് ആണ്. റിയൽ അക്കൗണ്ട്സ് റൂൾ എന്താ? ഡെബിറ്റ് വാട്ട് കംസ് ഇൻ, ക്രെഡിറ്റ് വാട്ട് ഗോസ് ഔട്ട്. സോ ഇവിടെ എന്ത് ചെയ്യുന്നു? ക്യാഷ് നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്നു, ഗോസ് ഔട്ട്. ബിസിനസ്സിൽ നിന്ന് പുറത്തേക്ക് ക്യാഷ് പോവുക ചെയ്യുന്നത്. അപ്പോൾ എന്ത് ചെയ്യണം? പുറത്ത് പോകുന്നതിന് ക്രെഡിറ്റ് ചെയ്യണം. പുറത്ത് പോകുന്നതിന് എന്ത് ചെയ്തു? നമ്മൾ ക്രെഡിറ്റ് ചെയ്തു. ഓക്കെ, ഇവിടെ നമ്മൾ സംഭവിച്ചത് എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് നോക്കി. ഏതൊക്കെ അക്കൗണ്ട്സ് ഇൻവോൾവ് ആണ്, അതിന്റെ നാച്ചർ ഏതാണ്, അവിടെ എന്താണ് റൂള്, അതുകൊണ്ട് എന്ത് ചെയ്യണം, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഓരോന്നും. ബാക്കി നിങ്ങൾ പറയൂ അടുത്ത ട്രാൻസാക്ഷൻ ഏതാണെന്ന്. അടുത്ത ഏതാ ട്രാൻസാക്ഷൻ? സോൾഡ് ഗുഡ്സ് ഫോർ ക്യാഷ്. സോൾഡ് ഗുഡ്സ് ഫോർ ക്യാഷ്. ആരാണ് ഇതിൽ പറയുന്നത്? റാൻഡം ആയിട്ട് ഞാൻ ചോദിക്കാം ആരോട്. എല്ലാ ആളുകളും ക്ലാസ്സിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ഒരു കാര്യം പറയാനുള്ളത്, നിങ്ങൾ ജോയിൻ ചെയ്യുന്ന സമയത്ത്, നിങ്ങൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ആക്ച്വൽ നെയിം എന്താ കൊടുക്കുക കേട്ടോ. ചില ആളുകൾ മൊബൈലിൻ്റെ നെയിമിൽ വരാം. അപ്പോൾ നമുക്ക് ഐഡൻറ്റിഫൈ, നിങ്ങൾ അറ്റൻഡൻസ് മാർക്ക് ചെയ്യുമ്പോൾ പ്രോബ്ലം ഉണ്ടാവും. അതുകൊണ്ടാണ്. ഫാഹിസ് പറയൂ. മുഹമ്മദ് ഫായിസ്. ഫായിസ് എവിടെ ഏതൊക്കെ അക്കൗണ്ട്സ്? സോൾഡ് ഗുഡ്സ് ഫോർ ക്യാഷ്. ക്യാഷ് സാധനം കൊടുത്തു, വിറ്റു. ഏതൊക്കെ അക്കൗണ്ട്? ക്യാഷ് അക്കൗണ്ടും സെയിൽസ് അക്കൗണ്ടും. എന്ത് ശ്രദ്ധിക്കണം നമ്മൾ? സോൾഡ് ഗുഡ്സ് ആണ്. ഗുഡ്സിന്റെ കാര്യത്തിൽ സെയിൽ വന്ന ഏതാണ്? സെയിൽസ് അക്കൗണ്ട് ആണ്. അതേപോലെ തന്നെ ക്യാഷിന് വേണ്ടിയിട്ടാണ്. അപ്പൊ അയാൾക്ക് സാധനം വിറ്റപ്പോൾ നമുക്ക് ക്യാഷ് കിട്ടിയിട്ടുണ്ട്. സോ ഏതൊക്കെ അക്കൗണ്ട്സ്? രണ്ട് അക്കൗണ്ട് ആണ് പറഞ്ഞിട്ടുള്ളത്. ഏതൊക്കെയാണ്?
സെയിൽസ് അക്കൗണ്ടും ഉണ്ട്, ക്യാഷ് അക്കൗണ്ടും ഉണ്ട്. അപ്പോൾ നോക്കാം, സെയിൽസ് അക്കൗണ്ട് ആൻഡ് ക്യാഷ് അക്കൗണ്ട്. ആദ്യം നമ്മൾ ക്യാഷ് അക്കൗണ്ടിന്റെ കാര്യം നോക്കാം. ക്യാഷ് അക്കൗണ്ട് നേരത്തെ പറഞ്ഞ പോലെ എന്ത് അക്കൗണ്ടാ? റിയൽ അക്കൗണ്ടാ. ഞാൻ ഇതിന് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല അല്ലേ? എക്സ്പ്ലെയിൻ ചെയ്യണോ? ഇല്ല, എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം നമ്മൾ ഒരുപാട് തവണ ക്യാഷിന്റെ കാര്യം പറയുന്നു. ക്യാഷ് അക്കൗണ്ട് എന്ന റിയൽ അക്കൗണ്ട് ആണ്. ഇങ്ങോട്ട് കംസ് ഇൻ ആണ്, ക്യാഷ് ഇങ്ങോട്ട് കിട്ടുകയാണ് ചെയ്യുന്നത്. കിട്ടുമ്പോൾ എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. കിട്ടുന്ന ക്യാഷിനെ ഡെബിറ്റ് ചെയ്യണം. ഇനി സെയിൽസിനെ സംബന്ധിച്ച് നോക്കുകയാണ്. സെയിൽസ് എന്ത് അക്കൗണ്ടാ? സെയിൽസിന്റെ നേച്ചർ എന്താ? നോമിനൽ അക്കൗണ്ടാ. നോമിനൽ അക്കൗണ്ടിൽ എത്ര കാര്യങ്ങൾ വരുന്നുണ്ട്? ലോസ് വരുന്നുണ്ട്, എക്സ്പെൻസ് വരുന്നുണ്ട്, ഗെയിൻസ് വരുന്നുണ്ട്, ഇൻകംസ് വരുന്നുണ്ട്. ഇത് ഏത് കാറ്റഗറിയാണ് സെയിൽസ് എന്നുള്ളത്? സെയിൽസ് നമുക്ക് ഇൻകം ആയിട്ട് കിട്ടുന്നതാണ് അല്ലേ? സെയിൽസ് ഇൻകം ആണ്. ഇൻകം ആയതുകൊണ്ട് എന്ത് ചെയ്യണം? എല്ലാ റൂളും നമ്മൾ പഠിച്ച ആളുകളാണ്. എന്താണ്? ഡെബിറ്റ് ഓൾ എക്സ്പെൻസസ് ആൻഡ് ലോസസ്, ക്രെഡിറ്റ് ഓൾ ഇൻകംസ് ആൻഡ് ഗെയിൻസ്. അപ്പൊ ഇൻകം വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം എന്നുള്ള റൂള്. സോ എന്ത് ചെയ്തു? ക്രെഡിറ്റ് ചെയ്തു. ഇൻകത്തിന്, അതായത് സെയിൽസ് എന്ന ഇൻകത്തെ ക്രെഡിറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അടുത്ത ട്രാൻസാക്ഷൻ നോക്കാം. പെയ്ഡ് സാലറി. അടുത്ത ട്രാൻസാക്ഷൻ എന്താണ്? പെയ്ഡ് സാലറി. എന്ത് ചെയ്യണം? നിങ്ങൾ പറയൂ. ആരാ പറയുന്നത്? ജിഷ്ണ. ജിഷ്ണ, ഏതൊക്കെ അക്കൗണ്ട്സ് ഇൻവോൾവ് ആയിട്ടുള്ളത് പറയൂ. സാലറി കൊടുത്തു, സാലറി ഉണ്ട്. പിന്നെ ഏത് അക്കൗണ്ടാണ്? യെസ്, സാലറി അക്കൗണ്ട് ആൻഡ് ക്യാഷ് അക്കൗണ്ട്. സാലറി കൊടുക്കുന്ന എങ്ങനെ? ക്യാഷ് ആയിട്ടാണ് കൊടുക്കുക അല്ലേ? സോ പെയ്ഡ് സാലറി, സാലറി അക്കൗണ്ടും ഉണ്ട്, ക്യാഷ് അക്കൗണ്ടും ഉണ്ട്. ഏത് ഡെബിറ്റ് ഏത് ക്രെഡിറ്റ് പറയും? സാലറി അക്കൗണ്ട്. ഏതാണ് അക്കൗണ്ട്? ഏത് നാച്ചുറൽ അക്കൗണ്ട് ആണ്? ആരാ പറയുന്നത്? ഫാത്തിമ അനീന. ഫാത്തിമ അനീന. സാലറി എന്നുള്ളത് ഏത് തരത്തിലുള്ള അക്കൗണ്ടാണ്? ഹലോ സർ. സാലറി എന്നുള്ളത് ഏത് നാച്ചുറൽ അക്കൗണ്ടാ? പേഴ്സണൽ അക്കൗണ്ട് ആണോ? റിയൽ അക്കൗണ്ട് ആണോ? നോമിനൽ അക്കൗണ്ട് ആണോ? നോമിനൽ. നോമിനൽ അക്കൗണ്ട് ആണ്. നോമിനൽ അക്കൗണ്ടിൽ ഏത് കാറ്റഗറിയിൽ വരുന്നു? നോമിനൽ അക്കൗണ്ടിൽ എക്സ്പെൻസ് പറഞ്ഞിട്ടുള്ള കാറ്റഗറി. എക്സ്പെൻസ് ആണ് അല്ലേ? എക്സ്പെൻസ് റൂൾ നമുക്കറിയാം എന്താണ്? ഡെബിറ്റ് ഓൾ എക്സ്പെൻസസ് ആൻഡ് ലോസസ് എന്നാ. അപ്പൊ എന്ത് ചെയ്യണം? സാലറി അക്കൗണ്ടിന് സാലറി ഡെബിറ്റ് ചെയ്യണം. സാലറി അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യണം. ക്യാഷിന് എന്ത് ചെയ്യണം? ക്യാഷിന് നമ്മൾ ക്രെഡിറ്റ് ചെയ്യണം. കാരണം എന്താ? ബ്രിട്ടീഷ് അപ്രോച്ച് പകരം എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും ക്യാഷിന് എന്തുകൊണ്ട് ക്രെഡിറ്റ് ചെയ്തു? അത് ഗോസ് ഔട്ട് ആണ്. ക്യാഷ് എന്നത് റിയൽ അക്കൗണ്ട് ആണ്, ഒരു അസറ്റ് ആണ് അല്ലേ? റിയൽ അക്കൗണ്ട് ആണ്. റിയൽ അക്കൗണ്ട് റൂൾ നമുക്കറിയാം എന്താണ്? ഡെബിറ്റ് വാട്ട് കംസ് ഇൻ, ക്രെഡിറ്റ് വാട്ട് ഗോസ് ഔട്ട്. പറയുന്ന സമയത്ത് ക്യാഷ് അങ്ങോട്ട് പോവാണ്, ബിസിനസ് പുറത്തേക്ക് പോവാണ്. സോ പുറത്ത് പോകുന്നതിന് എന്ത് ചെയ്തു? ക്രെഡിറ്റ് ചെയ്തു. യെസ്, വെരി ഗുഡ്. അടുത്ത എന്താണ്? റിസീവ്ഡ് ഇൻട്രസ്റ്റ് ഓൺ ഇൻവെസ്റ്റ്മെന്റ്. റിസീവ്ഡ് ഇൻട്രസ്റ്റ് ഓൺ ഇൻവെസ്റ്റ്മെന്റ്. എന്താ ചെയ്യേണ്ടത്? അടുത്ത ആരാ പറയുക? നമ്മുടെ ഫാത്തിമത്ത് ഹിബ. റിസീവ്ഡ് ഇൻട്രസ്റ്റ്. ഹലോ സർ. എന്ത് ചെയ്യണം? ഏതൊക്കെയാണ് അക്കൗണ്ട്സ് ഇൻവോൾവ് ആയി പറയും? ക്യാഷ് അക്കൗണ്ടും പിന്നെ ഇൻട്രസ്റ്റ് അക്കൗണ്ടും. എന്താണ്? റിസീവ്ഡ് ഇൻട്രസ്റ്റ്. നമുക്ക് ഇൻട്രസ്റ്റ് കിട്ടി. ഇൻട്രസ്റ്റ് കിട്ടി എന്നുള്ളത് ഒന്നുകിൽ ക്യാഷ് ആയിട്ട് ക്യാഷിന് വന്നിട്ടുണ്ടാവും, അല്ലെങ്കിൽ ബാങ്ക്. നമ്മൾ തുടക്കമല്ലേ നമ്മൾ ക്യാഷ് ആയിട്ട് കിട്ടി എന്ന് വിചാരിക്കാം കേട്ടോ. അധികം സമയത്ത് ബാങ്കിലാണ് വരിക, അപ്പോൾ ബാങ്ക് അക്കൗണ്ട് എന്ന് എഴുതാറില്ല. പക്ഷെ നമുക്ക് ഫസ്റ്റ് തുടക്കത്തിൽ നമ്മുടെ കയ്യിലേക്ക് ക്യാഷ് ആയിട്ട് കിട്ടിയെന്ന് വിചാരിക്കാം. അപ്പോൾ ക്യാഷ് അക്കൗണ്ട് കിട്ടി. എങ്ങനെ കിട്ടി? ക്യാഷ് എന്തായിട്ട് കിട്ടി? ഇൻട്രസ്റ്റ് ആണ് അല്ലേ? ഇൻട്രസ്റ്റ് ആയിട്ടാണ് കിട്ടിയിട്ടുള്ളത്. സോ നമ്മൾ രണ്ട് അക്കൗണ്ട് ഐഡന്റിഫൈ ചെയ്തു, ക്യാഷ് അക്കൗണ്ട്, ഇൻട്രസ്റ്റ് അക്കൗണ്ട്. എന്ത് ചെയ്യണം പറയും? ക്യാഷ് അക്കൗണ്ട് എന്ത് ചെയ്യണം? ക്യാഷ് അക്കൗണ്ട് റിയൽ അക്കൗണ്ട് ആണ്. അപ്പൊ അത് ഡെബിറ്റ് ചെയ്യണം. വാട്ട് കംസ് ഇൻടു ബിസിനസ്, ബിസിനസ്ക്ക് വന്നുകൊണ്ട് ഡെബിറ്റ് ചെയ്യണം. ദെൻ ഇൻട്രസ്റ്റ് എന്നുള്ളതോ? ഇൻട്രസ്റ്റ് ഉള്ളത് നോമിനൽ അക്കൗണ്ട്. ഇൻട്രസ്റ്റ് നോമിനൽ അക്കൗണ്ട് ആണ്. ഏത് കാറ്റഗറിയിൽ വരും? ഇൻകം. ഇൻകം ആണ് അല്ലേ? സോ എന്ത് ചെയ്യണം? അപ്പൊ ക്രെഡിറ്റ് ചെയ്യണം. ക്രെഡിറ്റ് ഓൾ ഇൻകം ചെയ്യണം എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, ഗുഡ്. ദെൻ അടുത്ത ട്രാൻസാക്ഷൻ നോക്കാം നമുക്ക്. bought goods on credit from Mr. Y. bought
ഗുഡ്സ് ഓൺ ക്രെഡിറ്റ് ഫ്രം മിസ്റ്റർ വൈ. ആരാണ് പറയാം? നെക്സ്റ്റ് 1 മിനിറ്റ്. ഫാത്തിമ അഹമ്മദ് കുട്ടി ബോട്ട് ഗുഡ്സ് ഓൺ ക്രെഡിറ്റ്. ഏതൊക്കെയാണ് അക്കൗണ്ട്സ് എന്ന് പറയും? ഫ്രം മിസ്റ്റർ വൈ. പർച്ചേസ് അക്കൗണ്ടും വൈ അക്കൗണ്ടും വന്നിട്ടുണ്ട് ഇല്ലേ? ഏതൊക്കെയാണ്? നമ്മൾ ഗുഡ്സ് ആയതുകൊണ്ട് പർച്ചേസ് അക്കൗണ്ട് എന്ന് എടുത്തു. പർച്ചേസ് അക്കൗണ്ട് ആരുടെ കയ്യിൽ നിന്ന് ക്യാഷ് കൊടുത്തിട്ടില്ല, പകരം എന്താണ്? കടത്തിന് വാങ്ങിയത് ആരുടെ കയ്യിൽ നിന്നാന്ന് എഴുതണം. സോ പർച്ചേസ് നോമിനിലാണ് എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ആയിട്ടാണ് എന്ത് ചെയ്യണം? പർച്ചേസ് അക്കൗണ്ടിന് എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. ക്രെഡിറ്റ് പർച്ചേസ് ആണ്, പക്ഷെ എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. പർച്ചേസ് എപ്പോഴും ആ അക്കൗണ്ടിലേക്ക് മാത്രം നമ്മൾ നോക്കുക. പർച്ചേസ് എന്നുള്ള നോമിനൽ അക്കൗണ്ട് ആണ്. നോമിനൽ അക്കൗണ്ടിൽ ഏതിൽ വരുന്നതാണ്? പർച്ചേസ് എന്നുള്ളത് നമുക്ക് എക്സ്പെൻസ് ആണ്, നമുക്ക് ചിലവ് ഉണ്ടാക്കുന്ന ഐറ്റം ആണ്, എക്സ്പെൻസ് ആണ്. എല്ലാ എക്സ്പെൻസിനും ഡെബിറ്റ് ചെയ്യണം നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഡെബിറ്റ് ഓൾ എക്സ്പെൻസസ് ആൻഡ് ലോസസ്. സോ എല്ലാ എക്സ്പെൻസിനും നമ്മൾ ഡെബിറ്റ് ചെയ്യണം. ഡെബിറ്റ് ചെയ്തു. അടുത്ത എന്താണ്? മിസ്റ്റർ വൈ. മിസ്റ്റർ വൈ എന്നുള്ളത് ആരാ? നമുക്ക് സാധനം തന്ന ആളാണല്ലേ. അയാൾ എന്ത് ചെയ്യണം എന്നാ പറഞ്ഞിട്ടുള്ളത്? മിസ്റ്റർ വൈ അയാൾ പേഴ്സണൽ അക്കൗണ്ട് ആണ്. എന്ത് ചെയ്യണം? വൈ എന്ന സാധാരണ മനുഷ്യനാണ്, അയാൾ പേഴ്സണൽ അക്കൗണ്ട് ആണ്. എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. കാരണം എന്തുകൊണ്ട്? അയാൾ എന്ത് ചെയ്യുന്നു? അയാൾ ബെനിഫിറ്റ് നമുക്ക് തരികയാണില്ലേ, അയാൾ നമുക്ക് തരിക, ഗിവറാണ്. സോ ഡെബിറ്റ് ദ ഗിവർ. യെസ്, വൈ അക്കൗണ്ട് പേഴ്സണൽ അക്കൗണ്ട് ആണ്, ഗിവർ ആയതുകൊണ്ട് എന്ത് ചെയ്തു? ക്രെഡിറ്റ് ചെയ്തിട്ടുണ്ട്. ദെൻ നെക്സ്റ്റ് അടുത്ത ട്രാൻസാക്ഷൻ എന്താണ്? പെയ്ഡ് റെന്റ് ഔട്ട് ഓഫ് പേഴ്സണൽ ക്യാഷ്. പെയ്ഡ് റെന്റ് ഔട്ട് ഓഫ് പേഴ്സണൽ ക്യാഷ് എന്തായിരിക്കും അക്കൗണ്ട്സിൽ വന്നിട്ടുണ്ടാവുക? പറയും. ഏതൊക്കെയായിരിക്കും അക്കൗണ്ട്സ്? ആരാ പറയുന്ന? അടുത്ത് ഐഷ അംന. പെയ്ഡ് റെന്റ് ഔട്ട് ഓഫ് പേഴ്സണൽ ക്യാഷ്. അപ്പോ റെന്റ് അക്കൗണ്ടും ക്യാപിറ്റൽ അക്കൗണ്ടും. യെസ്, പെയ്ഡ് റെന്റ് എന്നുള്ളത് റെന്റ് കൊടുത്തു, അപ്പൊ റെന്റ് അക്കൗണ്ട് വന്നു അല്ലേ. ഔട്ട് ഓഫ് പേഴ്സണൽ ക്യാഷ്, ഇവിടെ നോക്കണം, ബിസിനസിന്റെ ക്യാഷ് എന്നല്ല കൊടുത്തിട്ടുള്ളത്, ഓണറിന്റെ പേഴ്സണൽ ക്യാഷിനാണ് കൊടുത്തിട്ടുള്ളത്. ഓണറിന്റെ ക്യാഷിന് എപ്പോഴും നമ്മൾ എന്താ പറയുക? അയാളുമായി ബന്ധപ്പെട്ട അക്കൗണ്ട് ക്യാപിറ്റൽ അക്കൗണ്ടാ. സോ റെന്റ് അക്കൗണ്ടും ഉണ്ട്, ക്യാപിറ്റൽ അക്കൗണ്ടും ഉണ്ട്. നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ളതാണ്. റെന്റ് എന്നുള്ളത് ഏത് അക്കൗണ്ടാണ്? റെന്റ് എന്നുള്ളത് റെന്റ് നോമിനൽ അക്കൗണ്ട്. നോമിനൽ അക്കൗണ്ട് ആണ്. നോമിനൽ അക്കൗണ്ട് ഏത് കാറ്റഗറിയിൽ വരുന്നതാണ്? എക്സ്പെൻസ്. എക്സ്പെൻസ് ആണ്. എക്സ്പെൻസ് നമുക്ക് റൂൾ അറിയാം. എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. റെന്റിനെ ഡെബിറ്റ് ചെയ്യണം. ഇനി ഔട്ട് ഓഫ് പേഴ്സണൽ ക്യാഷ്, അപ്പൊ ക്യാപിറ്റൽ അക്കൗണ്ട്. ക്യാപിറ്റൽ അക്കൗണ്ട് എന്നുള്ള ഏത് അക്കൗണ്ടാ? പേഴ്സണൽ അക്കൗണ്ട്. പേഴ്സണൽ അക്കൗണ്ട് ആണ്. പേഴ്സണൽ അക്കൗണ്ട് ആയതുകൊണ്ട് എന്ത് ചെയ്യണം? അതിന്റെ റൂൾ നോക്കണം അല്ലേ. പേഴ്സണൽ അക്കൗണ്ട് ഡെബിറ്റ് ദ റിസീവർ, ക്രെഡിറ്റ് ദ ഗീവർ. ഇവിടെ അയാൾ ക്യാഷ് കൊടുക്കുകയാണോ ക്യാഷ് കിട്ടുകയാണോ? ക്യാഷ് കൊടുത്തു. അപ്പൊ ഗീവർ ആണ്. എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. ക്രെഡിറ്റ് ചെയ്യണം. ഓക്കെ, അപ്പൊ ഇത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഏതെങ്കിലും ഒന്ന് പോയിന്റ് നമ്മൾ റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട് ഇതില്? ഉണ്ടോ? ക്ലിയർ അല്ലേ എല്ലാതും? പറയൂ, ഏതെങ്കിലും റിപ്പീറ്റ് ചെയ്യണോ? വേണ്ട, ക്ലിയർ ആണ്. ഓക്കെ, ദെൻ അടുത്ത് നമുക്ക് പുതിയൊരു ഭാഗം, നിങ്ങൾ പ്ലസ് ടുവിലൊക്കെ പഠിച്ച കാര്യമാണെന്ന് വിചാരിക്കുന്നു ഞാൻ. പഠിക്കാത്ത ആളുകൾ ഉണ്ടാവാം. നമ്മൾ അക്കൗണ്ടിങ് ഇക്വേഷൻ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? എങ്ങനെ അക്കൗണ്ടിങ് ഇക്വേഷൻ വന്നു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഓർക്കുന്നുണ്ടോ? അക്കൗണ്ടിങ് ഡെബിറ്റ് ഈസ് ഈക്വൽ ടു ക്രെഡിറ്റ് ആണ്, അത് ആ ഡബിൾ എൻട്രി സിസ്റ്റം, അതിനെ ബേസ് കൊണ്ടാണ് അക്കൗണ്ടിങ് ഇക്വേഷൻ വന്നിട്ടുള്ളത്. അസറ്റ് ഈസ് ഈക്വൽ ടു ലയബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റൽ.
അല്ലെങ്കിൽ ഓണേഴ്സ് ഇക്വിറ്റി ഇതിലേക്ക് എത്തിയത് എങ്ങനെയാണ് നമ്മൾ കറക്റ്റായിട്ട് പറയണ്ടായിരുന്നു. എങ്ങനെയാണ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഏതൊക്കെ അക്കൗണ്ട്സ് ഉണ്ട്, അല്ലെങ്കിൽ ഏതൊക്കെ നമ്മൾ കട്ട് ഓഫ് ചെയ്യും അല്ലെങ്കിൽ റൈറ്റ് ഓഫ് ചെയ്യും, അത് കഴിഞ്ഞ് ബാക്കി ഏതാണ്ടാവുക. അങ്ങനെയാണ് അസറ്റ് ഈസ് ഈക്വൽ ടു ലയബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റൽ അല്ലെങ്കിൽ ഓണേഴ്സ് ഇക്വിറ്റി എന്ന് വന്നിട്ടുള്ളത്. ഇത് ഓർക്കുന്നുണ്ടോ നിങ്ങൾ? നമ്മുടെ ക്ലാസ്സിൽ ചെയ്ത് ഓർക്കുന്നുണ്ടോ? കുറച്ച് ഓർത്താൽ പോരാ, മുഴുവനായിട്ട് ഓർക്കണം. എങ്ങനെയായിരുന്നു ചുരുക്കി പറയാം. അയ്യോ, ഇതില് എഴുതണം എന്നുണ്ടെങ്കിൽ അടുത്തതിലേക്ക് പോകണം. ഡെബിറ്റ് ഈസ് ഈക്വൽ ടു ക്രെഡിറ്റ് ഇതിൽ എഴുതുന്നത് മാറ്റിയിട്ട് എഴുതിയിട്ടുണ്ട്. അതുകൊണ്ട് ഡെബിറ്റ് ഈസ് ഈക്വൽ ടു ക്രെഡിറ്റ് എന്നുള്ളതായിരുന്നു ഇത്. ഡെബിറ്റ് ഏതൊക്കെ അക്കൗണ്ട്സ് വരുന്നുണ്ട് അല്ലേ? ഡെബിറ്റ് ബാലൻസ് ഉള്ള അക്കൗണ്ട്സ് ഏതൊക്കെയായിരുന്നു? എക്സ്പെൻസുകൾക്ക് ഡെബിറ്റ് ബാലൻസ് ആണ്. അതേപോലെ തന്നെ എന്താണ്, ഏതൊക്കെയാണ് അസറ്റുകൾക്ക് അല്ലേ? അസറ്റിന് ഡെബിറ്റ് ബാലൻസ് ആണ് പ്ലസ്. പിന്നെ ഏതാണ് വരുന്നത്? ലോസിന് ഡെബിറ്റ് ബാലൻസ് ആണ്. അതിന് ഈക്വൽ ആണ് എന്ത്? ക്രെഡിറ്റ്. ക്രെഡിറ്റ് എന്തൊക്കെയുള്ളത്? ക്രെഡിറ്റ് ക്യാപിറ്റൽ ക്രെഡിറ്റ് ബാലൻസ് ആണ്. ലയബിലിറ്റീസ് ക്രെഡിറ്റ് ബാലൻസ് ആണ്. പിന്നെ ഇൻകംസ് ഇല്ലേ, ഇൻകം ക്രെഡിറ്റ് ബാലൻസ് ആണ്. ഗെയിൻസ് ക്രെഡിറ്റ് ബാലൻസ് ആണ്. ഇത്രയും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതാണ് ബേസിക് ആയിട്ടൊരു ഇക്വേഷൻ. ഇത്രയും കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നോക്കണം, ഓരോ അക്കൗണ്ടിങ് ഇയറിലും നോമിനൽ അക്കൗണ്ട്സ് എല്ലാം എന്ത് ചെയ്യും, നമ്മൾ റൈറ്റ് ഓഫ് ചെയ്യും, നമ്മൾ ക്ലോസ് ചെയ്യും. ആ വർഷത്തോടെ അവസാനിക്കും എല്ലാ നോമിനൽ അക്കൗണ്ട്സും. ഇത് നോമിനൽ അക്കൗണ്ട്സ് ഏതൊക്കെ നോക്കാം നമുക്ക്. എക്സ്പെൻസ് നോമിനൽ അക്കൗണ്ട് ആണോ അല്ലേ? പറയൂ, യെസ് ഓർ നോ? എക്സ്പെൻസ് നോമിനൽ അക്കൗണ്ട് ആണോ അല്ലേ? ഹഫീസ് ഓക്കെ, പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? എക്സ്പെൻസ് എന്നുള്ളത് നോമിനൽ അക്കൗണ്ട് ആണ്. അതുകൊണ്ട് ഇത് നമ്മൾ എന്ത് ചെയ്തു, ഇതിനെ ഒഴിവാക്കി നോമിനൽ അക്കൗണ്ട് നമ്മൾ ക്ലോസ് ചെയ്യും. ഓക്കെ, ഇനി അടുത്തായിട്ട് നോക്കുക അസറ്റ്. അസറ്റ് എന്നുള്ളത് നോമിനൽ അക്കൗണ്ട് ആണോ? അസറ്റ് നോമിനൽ അക്കൗണ്ട് ആണോ? അല്ല, റിയൽ അക്കൗണ്ട് ആണ് അല്ലേ? അസറ്റ് റിയൽ അക്കൗണ്ട്, അതിനൊന്നും നമ്മൾ തൊടുന്നില്ല. ദെൻ ലോസ് എന്നുള്ളത് നോമിനൽ അക്കൗണ്ട് ആണോ? ലോസ് നോമിനൽ അക്കൗണ്ട് ആണോ? യെസ്, ലോസ് എന്നുള്ളത് എന്താണ്? നോമിനൽ അക്കൗണ്ട് ആണ്. നമ്മൾ ലെഗ് ഐ എന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? അതിൽ ഫസ്റ്റ് എൽ എന്താണ്? ലോസ് ആണ്. അപ്പൊ അതിനെ നമ്മൾ എന്ത് ചെയ്തു, അതിനെ നമ്മൾ ക്ലോസ് ചെയ്തു. ഇനി ക്യാപിറ്റൽ നോക്കുക. ക്യാപിറ്റൽ എന്നുള്ളത് എന്താണോ? നമ്മൾ എപ്പോഴും ഇത് പഠിച്ചിട്ടുണ്ടായിരുന്നോ? നോമിനൽ അക്കൗണ്ട് പഠിച്ചിട്ടുണ്ടോ ക്യാപിറ്റൽ? ഇല്ല, പേഴ്സണൽ അക്കൗണ്ട് ആണ് നമുക്കറിയാം. അപ്പൊ അത് നമ്മൾ അതേപോലെ നിർത്തി. ലയബിലിറ്റീസ് നോമിനൽ അക്കൗണ്ട് ആണോ? അല്ല, ലയബിലിറ്റീസ് ആരെങ്കിലും കൊടുക്കാനുള്ള കാര്യം അല്ലേ? അവർ റെപ്രസെന്റ് ചെയ്യുന്നുണ്ട്. ആർക്കാ കൊടുക്കാനുള്ള അവർ റെപ്രസെന്റ് ചെയ്യുന്നതാണ്. നെക്സ്റ്റ് ഇൻകംസ്. ഇൻകം എന്നുള്ളത് എന്താണ്? നോമിനൽ അക്കൗണ്ട് ആണോ? യെസ്, ഇൻകം എന്നുള്ളത് നോമിനൽ അക്കൗണ്ട് ആണ്. അതിനെ നമ്മൾ എന്ത് ചെയ്തു, ഒഴിവാക്കി, ക്ലോസ് ചെയ്യണം. ഓരോ അക്കൗണ്ടിൽ പീരിയഡിലും അവസാനത്തെ നമ്മൾ എല്ലാ നോമിനൽ അക്കൗണ്ടിനെയും ക്ലോസ് ചെയ്യണം എന്ന് പറഞ്ഞു. അടുത്തായിട്ട് ഗെയിനും എന്താണ്? ഒരു നോമിനൽ അക്കൗണ്ട് ആണ്. നോമിനൽ അക്കൗണ്ട് അതിനെ എന്ത് ചെയ്തു, നമ്മൾ ക്ലോസ് ചെയ്തു. അപ്പോൾ ബാക്കി നിൽക്കുന്ന ആരാ? അസറ്റ്. അസറ്റ് ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ പ്ലസ് ലയബിലിറ്റീസ്. ക്യാപിറ്റൽ പ്ലസ് ലയബിലിറ്റീസ്. ഇതാണ് നമ്മുടെ അക്കൗണ്ട് ഇക്വേഷൻ എങ്ങനെ വന്നു എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നതിൽ ഇനി എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? നോ. ഓക്കെ, നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞിരുന്ന കേട്ടോ. അപ്പോൾ ഇതിൽ അസറ്റ് ഈസ് ഈക്വൽ ടു ലയബിലിറ്റീസ് പ്ലസ് ഓണേഴ്സ് ഇക്വിറ്റി എന്ന് കൊടുത്തിട്ടുണ്ട്. എന്ത് ഓണേഴ്സ് ഇക്വിറ്റി പറഞ്ഞാൽ, ഓണേഴ്സ് ഇക്വിറ്റി എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ ആണ് കേട്ടോ. അതിന് പറയുന്ന മറ്റു പേരാണ് ഇക്വിറ്റി, ഓണേഴ്സ് ഇക്വിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ അസറ്റ് ഈസ് ഈക്വൽ ടു ലയബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റൽ. ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾ ഒരിക്കലും ഒരു ബാലൻസ് ഷീറ്റ് ടാലി ആക്കാൻ പോകണ്ട. ബാലൻസ് ഷീറ്റ് എപ്പോഴും എന്താണ്? ടാലി ആണ്. ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ടാലി ആക്കാൻ ശ്രമിക്കേണ്ട ആവശ്യമില്ല. എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞതെന്നറിയോ? ഏത് ട്രാൻസാക്ഷൻ വന്നു കഴിഞ്ഞാലും നമുക്കറിയാം ഇതൊരു ബാലൻസ് ഷീറ്റിന്റെ ഫോമിലാണ്. അസറ്റ് ഈസ് ഈക്വൽ ടു ലയബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റൽ. ബാലൻസ് ഷീറ്റ് ഒക്കെ നമ്മൾ പഠിക്കാൻ സയൻസുകാരോട് പറയണം. ബാലൻസ് ഷീറ്റ് ഒക്കെ നമ്മൾ പഠിക്കാൻ പോകുന്നേ ഉള്ളൂ.
അതിൻ്റെ സ്ട്രക്ചർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സൈഡിൽ നമ്മൾ എന്ത് ചെയ്യും, ലയബിലിറ്റിയും ക്യാപിറ്റലൊക്കെ ആയിട്ട് എടുക്കും, അടുത്ത സൈഡിൽ എന്ത് ചെയ്യും, അസറ്റുകൾ എടുക്കും. ഏത് ട്രാൻസാക്ഷൻ നടന്നു കഴിഞ്ഞാലും ഈ ഇക്വേഷനിൽ ചേഞ്ചും ഇല്ല, എപ്പോഴും എന്തായിരിക്കും, ബാലൻസ്ഡ് ആയിരിക്കും. അസറ്റ് എന്നുള്ളത് ആ ബിസിനസ്സിലെ ലയബിലിറ്റിക്കും ഇക്വിറ്റിക്കും ഈക്വൽ ആയിരിക്കും. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലയബിലിറ്റി അല്ലെങ്കിൽ ഓണേഴ്സ് ഇക്വിറ്റി എന്നുള്ളത് ബിസിനസ്സിൻ്റെ സോഴ്സ് ഓഫ് ഫണ്ട് എന്ന് പറയുക. ബിസിനസ് എവിടെ നിന്നാണ് ഫണ്ട് കിട്ടുന്നത്. അസറ്റിന് നമ്മൾ പറയുന്ന അപ്ലിക്കേഷൻ ഓഫ് ഫണ്ട് എന്ന് പറയും. എങ്ങനെയാണ് കിട്ടിയ ഫണ്ടുകൾ നമ്മൾ അപ്ലൈ ചെയ്യുന്നത്, എങ്ങനെയാണ് ആ ഭാഗത്തേക്ക് ആ ഫണ്ട് ചെലവാക്കുന്നത്, ഇങ്ങനെ ഇതിൽ പറയാറുണ്ട്. അപ്പോൾ ഏത് ട്രാൻസാക്ഷൻ നടന്നു കഴിഞ്ഞാലും എപ്പോഴും ഈ ഇക്വേഷൻ ബാലൻസ്ഡ് ആയിരിക്കും. അസറ്റ് എന്നുള്ളത് എപ്പോഴും എന്തായിരിക്കും, ലയബിലിറ്റിയും ക്യാപിറ്റലും കൂട്ടിയത് എത്ര എമൗണ്ട് ആണോ അതിന് ഈക്വൽ ആയിരിക്കും. അങ്ങനെ വരാൻ കാരണം എന്താ, നമുക്ക് നോക്കാം. ഓരോ ട്രാൻസാക്ഷൻ വരുമ്പോൾ നമുക്ക് പ്രൂവ് ചെയ്യാം എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത്. ഓക്കെ, ആദ്യം നമുക്ക് നോക്കാം കേട്ടോ. ഇത് ഈ ഇക്വേഷൻ മനസ്സിലാവാത്ത ആരെങ്കിലും ഉണ്ടോ? അസറ്റ് ഈസ് ഈക്വൽ ടു ലയബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റൽ എന്ന ഇക്വേഷൻ ഒന്നുകൂടി പറയണം എന്നുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറയാം കേട്ടോ. എക്സ്പ്ലെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ പറയും. അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ആ പ്രോബ്ലം നോക്കാൻ. ഹലോ, ഹലോ, ക്ലിയർ? യെസ് യെസ്. അപ്പോൾ നമുക്ക് നോക്കാം എന്താ ചെയ്യേണ്ടത്. ഓക്കെ, നിങ്ങൾ ഈ എല്ലാ ആളുകളെയും ടെക്സ്റ്റ് ഉണ്ടോ? ടെക്സ്റ്റ് ബുക്ക് എല്ലാവരുടെയും കയ്യിലുണ്ടോ? ആടെ ഒരാളുടെ കയ്യിൽ ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് ചോദിച്ചു. ആടെ ഒരാൾ ഓക്കെ, ടെക്സ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ഈ ഒരു ക്വസ്റ്റ്യൻ എടുക്കുക. ഈ ക്വസ്റ്റ്യൻ എടുത്തിട്ട് നമുക്ക് നോക്കാം എങ്ങനെ ചെയ്യേണ്ട കാര്യങ്ങളെന്ന് നോക്കാം. ആർക്കൊരാൾക്ക് ഇല്ലാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവര് ഇല്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് അതിൽ സ്ക്രീൻഷോട്ട് എടുക്കുക കേട്ടോ. സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഞാൻ ഈ സ്ക്രീന് മാറ്റുകയാണ്, ഞാൻ സിസ്റ്റത്തിലേക്ക് മാറുകയാണ്. അപ്പോൾ അതിൻ്റെ എക്സൽ ഫയൽ നമുക്ക് ചെയ്യാനാണ് വിചാരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഒന്നുകൂടി ക്ലിയർ ആയി മനസ്സിലാവുള്ളൂ. ഇത് ജസ്റ്റ് പറഞ്ഞു പോയോണ്ട് കാര്യമില്ലല്ലോ, അതുകൊണ്ടാണ്. ഇതിൽ സ്ക്രീൻ ഷെയറിങ് ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്, ഹോസ്റ്റ് മാറാൻ വേണ്ടിയിട്ട് കേട്ടോ. ഓക്കെ, ഓക്കെ, എല്ലാവരും സ്ക്രീൻ ക്ലിയർ അല്ലേ? നിങ്ങൾ വോയിസ് വരാം കേട്ടോ. എനിക്ക് മെസ്സേജ് കാണാൻ പറ്റണമെന്നില്ല, അല്ലെങ്കിൽ ഞാൻ ഇതിൽ ഓണാക്കി വെക്കേണ്ടി വരും.
എല്ലാവരും ക്വസ്റ്റ്യൻ എടുത്തോ? ക്വസ്റ്റ്യൻ എടുത്തിട്ടുണ്ടോ? യെസ്, ഓക്കെ. അതിൽ നോക്കുക, ക്വസ്റ്റ്യനിൽ ആദ്യത്തെ ട്രാൻസാക്ഷൻ എന്താണെന്നല്ല, എന്താ ക്വസ്റ്റ്യൻ വായിച്ചു നോക്കാം. പ്രിപ്പയർ ആൻ അക്കൗണ്ട് ഇക്വേഷൻ ഫ്രം ദ ഫോളോയിങ് ട്രാൻസാക്ഷൻ ഇൻ ദ ബുക്സ് ഓഫ് മിസ്റ്റർ എക്സ് ഫോർ ജാനുവരി 2015. കുറച്ച് ട്രാൻസാക്ഷൻ നമുക്ക് തന്നിട്ടുണ്ട്. ആ ട്രാൻസാക്ഷനിൽ നിന്നും നമ്മളുടെ അക്കൗണ്ട് ഇക്വേഷൻ ഫോം ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്കറിയാം അക്കൗണ്ട് ഇക്വേഷൻ എന്താണ്? അസറ്റ് ഈസ് ഈക്വൽ ടു ലയബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റൽ ആണ് അല്ലേ? എന്തായിരുന്നു? അസറ്റ് ഈസ് ഈക്വൽ ടു, പറയണോ? അസറ്റ് ഈസ് ഈക്വൽ ടു ലയബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റൽ. ഇത് നമുക്ക് അറിയുന്ന കാര്യമാണ്. അപ്പോൾ ഓരോ ട്രാൻസാക്ഷൻ നടക്കുമ്പോഴും ഇത് ഇങ്ങനെ തന്നെ അല്ലേ എന്ന് നമ്മൾ അനലൈസ് ചെയ്യാണ് ചെയ്യുന്നത്. ആദ്യം എന്താണ് ട്രാൻസാക്ഷൻ നോക്കാം. ഇൻവെസ്റ്റർ ക്യാപിറ്റൽ ഇൻ ദ ഫേം ₹20,000. ഒരു ബിസിനസ്സിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു? ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു. ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് അതെങ്ങനെയാണ് അക്കൗണ്ട് ഇക്വേഷനിൽ വരുന്നത് നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് നോക്കേണ്ടത് എന്താ? ട്രാൻസാക്ഷൻ. ഇപ്പം നിങ്ങൾ ഇതിൻ്റെ ഫോം ഒന്ന് നോക്കുക കേട്ടോ. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ പ്രസൻറ്റ് ചെയ്യേണ്ടത് എങ്ങനെയാണ്? ഇപ്പോൾ നിങ്ങൾക്ക് റിട്ടേൺ എക്സാം ഇല്ലായിരിക്കും, പക്ഷേ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കുക. ഇത് നിങ്ങൾ അടുത്തുള്ള ആളുകൾ പറഞ്ഞു കൊടുക്കുമ്പോൾ, പ്രൊഫഷണൽ കോഴ്സ് ആണല്ലോ, നിങ്ങളോട് ഡൗട്ട് ചോദിക്കുന്ന ആളുകളൊക്കെ ഉണ്ടാവാം. അപ്പോൾ അവർക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി എന്ത് ചെയ്യാം? അപ്പം നിങ്ങൾ കറക്റ്റായിട്ട് എന്ത് ചെയ്യാം, എന്താണിത് എന്നുള്ളത് കറക്റ്റായിട്ട് നോക്കാം. ജസ്റ്റ് ഫസ്റ്റ് ട്രാൻസാക്ഷൻ ഇൻവെസ്റ്റർ ക്യാപിറ്റൽ ഇൻ ദ ഫേം. അപ്പോൾ നമുക്ക് ആദ്യത്തെ ഡേറ്റ് ഏതാ ഡേറ്റ്? 1 ജാനുവരി 2015 ആണ്. അതിന് ഡേറ്റ് ഞാൻ കൊടുത്തിട്ടുണ്ട്. ട്രാൻസാക്ഷൻ എന്താണെന്ന് നോക്കാം. ട്രാൻസാക്ഷൻ എന്താണ്? ഇൻവെസ്റ്റഡ് ക്യാപിറ്റൽ എന്നാണ് അല്ലേ? ഞാൻ എഴുതി ഇൻവെസ്റ്റഡ് ക്യാപിറ്റൽ. ഞാൻ മുഴുവനായിട്ട് എഴുതില്ല കേട്ടോ. ഇൻവെസ്റ്റഡ് ക്യാപിറ്റൽ എത്ര എമൗണ്ട് എഴുതുന്നില്ല. ഇൻവെസ്റ്റഡ് ക്യാപിറ്റൽ എത്ര? ₹20,000 മുഴുവനായിട്ട് എഴുതുന്നില്ല, ജസ്റ്റ് ഷോർട്ടായിട്ട് എഴുതുന്നു ഇൻവെസ്റ്റഡ് ക്യാപിറ്റൽ. നിങ്ങൾ എഴുതുമ്പോൾ എക്സാമിനൊക്കെ നിങ്ങൾക്ക് ഇനി റിട്ടേൺ എക്സാം വരികയാണെന്നുണ്ടെങ്കിൽ അവിടെ ഇൻവെസ്റ്റഡ് ക്യാപിറ്റൽ ₹20,000 കറക്റ്റ് ഫുള്ളായിട്ട് എഴുതണേ. ഞാൻ ഷോർട്ടായിട്ട് എഴുതിയെന്ന് മാത്രം. ഇൻവെസ്റ്റഡ് ക്യാപിറ്റൽ ₹20,000. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ ബിസിനസ്സിൽ ഈ അസറ്റിലോ ലയബിലിറ്റീസോ ക്യാപിറ്റലോ എന്തെങ്കിലും മാറ്റം വരാനുണ്ടോ? ഇതാണ് ഇവിടെ നമ്മൾ നോക്കേണ്ടത്. അസറ്റിൽ എന്തെങ്കിലും മാറ്റം വരാനുണ്ടോ? ഇൻവെസ്റ്റഡ് ക്യാപിറ്റൽ അവിടെ എന്താ സംഭവിക്കുന്നത്? ബിസിനസ്സിലേക്ക് ക്യാഷ് ഇങ്ങോട്ട് കിട്ടുകയാണ് ഇല്ലേ? ക്യാഷ് കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ക്യാഷ് കൂടുകയാണ് ബിസിനസ്സിൽ. ആ ബിസിനസ്സിൽ എവിടെ കൂടുന്നുണ്ട്? അസറ്റിൽ കൂടുന്നില്ലേ? പറയൂ. അസറ്റ് ഇൻക്രീസ് ചെയ്യുന്നില്ലേ? അസറ്റ് ഇൻക്രീസ് ചെയ്യുന്നില്ലേ? പറയടോ. നിങ്ങൾ വോയിസിൽ വന്നാൽ ഞാൻ പറഞ്ഞ ഈ സിസ്റ്റം സ്ക്രീൻ ഷെയർ ചെയ്യുമ്പോൾ നിങ്ങൾ വോയിസ് ഓക്കെ. അസറ്റ് ഇൻക്രീസ് ചെയ്യും. ഓക്കെ. പ്ലസ് 20,000 20,000 രൂപയുടെ ക്യാഷ് നമ്മുടെ കയ്യിൽ കൂടും. അതിൽ ഡൗട്ടില്ല. ഇനി അടുത്ത് നോക്കുക, ലയബിലിറ്റിയും ക്യാപിറ്റലും ഉണ്ട്. ഇപ്പോൾ ലയബിലിറ്റി എപ്പോൾ നിങ്ങൾ ഔട്ട്സൈഡേഴ്സിന് വെക്കുക. ഇയാൾ ക്യാഷ് കൊടുത്തതിന് പുറത്തുള്ള ആൾക്കും ക്യാഷ് കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? പുറത്തുള്ള ആളുകൾ ക്യാഷ് കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? ആരുടെ പൈസയാണ്? ഓണറുടെ പൈസയാണ് അല്ലേ? ഓണറാണ്. ഓണറുടെ അക്കൗണ്ട് ആണ് കൂടുന്നത്. ഓണർ അക്കൗണ്ട് എവിടെ കൂടും? ക്യാപിറ്റലാണ് ഓണറുടെ അക്കൗണ്ട് അല്ലേ? ഓണറുടെ അക്കൗണ്ട് ക്യാപിറ്റലാ. അപ്പൊ ക്യാഷ് കൊടുത്തത് ക്യാപിറ്റലായിട്ട്. അപ്പൊ ക്യാപിറ്റലും കൂടണ്ടേ? ക്യാഷ് കൂടുമ്പോൾ ക്യാപിറ്റലും എന്ത് ചെയ്യണം? കൂടണം. ക്യാപിറ്റൽ എത്ര രൂപ കൂടുന്നുണ്ട്? പ്ലസ് 20,000. അയാൾ എത്ര രൂപ കൊടുന്നോ അത്രയും എമൗണ്ട് ഇവിടെ ക്യാപിറ്റലായിട്ട് കൂടിയിട്ടുണ്ട്. ഓക്കെ, അത് ക്ലിയർ അല്ലേ? ഫസ്റ്റ് ട്രാൻസാക്ഷൻ ക്ലിയർ ആണല്ലോ അല്ലേ? ഇപ്പൊ നോക്കൂ, അസറ്റിൽ എത്ര? 20,000 ഉണ്ട്. അടുത്ത സൈഡായിട്ട് ലയബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റൽ, അവിടെയും എന്താ ഉള്ളത്? 20,000 രൂപയാണ് നമുക്ക് ഉള്ളത്. ഓക്കെ, ഇനി അടുത്ത ട്രാൻസാക്ഷൻ വരുമ്പോൾ നോക്കാം. അടുത്ത ട്രാൻസാക്ഷൻ വരുന്ന സമയത്ത് എന്ത് സംഭവിക്കുന്നു? അടുത്ത ട്രാൻസാക്ഷൻ എന്താണ്? 2 ജാനുവരി ആണല്ലേ? 2/1/2015 വരുന്നത്. ഓക്കെ, ട്രാൻസാക്ഷൻ എന്താണെന്ന് നോക്കാം. പർച്ചേസ്ഡ് ഗുഡ്സ് ഓൺ ക്രെഡിറ്റ്. പർച്ചേസ്ഡ് ഗുഡ്സ് ഓൺ ക്രെഡിറ്റ്. പർച്ചേസ്ഡ് ഗുഡ്സ് ഓൺ ക്രെഡിറ്റ് എന്നുള്ള ട്രാൻസാക്ഷൻ. അവിടെ നോക്കാം എന്താ സംഭവിക്കുന്നത്. ക്രെഡിറ്റിന് ട്രാൻസാക്ഷൻ വാങ്ങിയെന്ന പർച്ചേസ് ചെയ്തെന്ന ഗുഡ്സ് വാങ്ങി. ഗുഡ്സ് വാങ്ങി എന്ന് കഴിഞ്ഞാൽ അത് അസറ്റിൽ ഇൻക്രീസ് ഉണ്ടാക്കോ ഡിക്രീസ് ഉണ്ടാക്കോ?
അസറ്റ് കൂടുമോ ഇല്ലേ? ഗുഡ്സ് വാങ്ങി, ക്രെഡിറ്റിനാണ് വാങ്ങിയിട്ടുള്ളത്. അസറ്റ് കൂടുകയോ കുറയുമോ? അസറ്റ് കൂടണോ കുറയണോ? അസറ്റ് കൂടും. കൂടും അല്ലേ? എന്താ ഇവിടുത്തെ അസറ്റ് എന്താണ്? നമ്മുടെ കയ്യിൽ വരുന്ന സ്റ്റോക്ക് ആണ് അല്ലേ? നമ്മുടെ കയ്യിലേക്ക് ഗുഡ്സ് വരിക, നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് കൂടുകയാണ്. സോ അവിടെ സ്റ്റോക്ക് ഇൻക്രീസ് ചെയ്യുന്നു. എത്ര രൂപയുടെ ഇൻക്രീസ് ചെയ്യുന്നു? എത്ര രൂപക്ക് കടത്തിന് വാങ്ങിയിട്ടില്ല, അത്ര കൂടുന്നുണ്ട്. എത്ര രൂപയ്ക്ക് വാങ്ങിയിട്ടുള്ളത് നോക്കൂ, 2000 രൂപക്ക് വാങ്ങിയിട്ടുള്ളത് അല്ലേ? 2000 റുപ്പീസിന്റെ അസറ്റ് അവിടെ ഇൻക്രീസ് ചെയ്തു, അസറ്റ് കൂടി. ഇനി അടുത്തതിൽ ക്രെഡിറ്റിനാ വാങ്ങിയിട്ടുള്ളത്. ക്രെഡിറ്റിനാണെങ്കിൽ എന്ത് ചെയ്യും? നമ്മൾ കടത്തിനാ വാങ്ങിയിട്ടില്ലെങ്കിൽ ലയബിലിറ്റി കൂടില്ലേ? നമ്മൾ ലയബിലിറ്റി കൂടണം. ലയബിലിറ്റി കൂടുക എന്നുള്ളത് ലയബിലിറ്റിയുടെ കോളത്തിൽ നമ്മൾ കാണിക്കണം. ആരുടെ കയ്യിൽ നിന്നാണ്? മിസ്റ്റർ ദാസൻ കമ്പനിയുടെ കയ്യിൽ നിന്നാണ്. അപ്പൊ അവർക്ക് 2000 രൂപ കൊടുക്കാനുള്ള ബാധ്യത വന്നു, ലയബിലിറ്റി വന്നു. സോ 2000 രൂപ നമ്മൾ എന്ത് ചെയ്തു? ലയബിലിറ്റിയിൽ കാണിച്ചു. ക്യാപിറ്റലിൽ വല്ല മാറ്റം ഉണ്ടോ? ക്യാപിറ്റലിൽ നേരത്തെ ഉണ്ടാകുന്നതിൽ വല്ല മാറ്റം ഉണ്ടോ? ഇല്ല, ക്യാപിറ്റലിൽ മാറ്റമില്ല. സോ നമ്മുടെ ഇക്വേഷൻ ഇപ്പൊ എന്തായി നോക്കുക. ആദ്യത്തെ ഇക്വേഷൻ എന്തായിരുന്നു? അസറ്റ് ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ പ്ലസ് ലയബിലിറ്റി എന്നുള്ള. അസറ്റ് 20,000, ലയബിലിറ്റി എന്തായിരുന്നു? ലയബിലിറ്റി 0. അടുത്തത് ക്യാപിറ്റൽ എന്താണ് പറയടോ? ക്യാപിറ്റൽ 20,000. യെസ്. സോ അസറ്റ് 20,000 ഈക്വൽ ടു 0 പ്ലസ് 20,000 അല്ലേ? 0 പ്ലസ് 20,000. കാരണം എന്താ? ലയബിലിറ്റി 0 ആണ്. അപ്പൊ അസറ്റ് ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ പ്ലസ് ലയബിലിറ്റി സി. അത് കറക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ രണ്ടാമത് വരുന്ന ഇക്വേഷനിൽ എന്താണ്? രണ്ടാമത് ട്രാൻസാക്ഷൻ നടന്നു കഴിഞ്ഞപ്പോൾ ഇക്വേഷൻ എന്തായിട്ടുണ്ട്? അപ്പൊ നമ്മൾ ഇക്വേഷൻ മാറ്റം വന്നതുകൊണ്ട് റിവൈസ്ഡ് ഇക്വേഷൻ എന്താണ്? റിവൈസ്ഡ് ഇക്വേഷൻ എന്താണെന്നുള്ളത് കൊടുക്കുക കേട്ടോ. റിവൈസ്ഡ് ഇക്വേഷൻ നോക്കുക. അസറ്റിന്റെ സൈഡിൽ മുഴുവൻ എത്ര ഉണ്ട്? 20,000 പ്ലസ് 2000 ഉണ്ട് അല്ലേ? അപ്പൊ 22,000 രൂപ ഉണ്ട്. ഇനി ലയബിലിറ്റി എത്ര രൂപയുണ്ട്? 2000 ഉണ്ട്. ആ കോളത്തിൽ വന്നിട്ടുള്ളത് നോക്കാം. അടുത്തത് ക്യാപിറ്റൽ എത്ര ഉണ്ട്? 20,000. ആ കോളത്തിൽ ഉള്ള ടോട്ടൽ ഇത് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഇപ്പൊ നോക്കൂ, ഇക്വേഷൻ കറക്റ്റ് അല്ലേ? അസറ്റ് ഈസ് ഈക്വൽ ടു 22,000. ദാറ്റ് മീൻസ് 22,000 ഈക്വൽസ് ടു 2,000 പ്ലസ് 20,000. ലയബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റൽ 2,000 പ്ലസ് 20,000. ഇത് ക്ലിയർ ആണല്ലോ? 2,000 പ്ലസ് 20,000. ഡൗട്ട് ഉണ്ടോ? ഇല്ല സാർ. ഇല്ല. ഓക്കെ. അതിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ വോയിസിൽ വരാം കേട്ടോ. എനിക്ക് എല്ലാ മെസ്സേജും കാണാൻ പറ്റില്ല സ്ക്രീൻ ഷെയർ ചെയ്യുമ്പോൾ. അതുകൊണ്ടാണ് പറയുന്നത് എല്ലാ ആളുകളും വോയിസിൽ വരണം. ഇനി അടുത്ത ട്രാൻസാക്ഷൻ നോക്കാം നമുക്ക്. അടുത്ത ട്രാൻസാക്ഷൻ എന്താ നടക്കുന്നത്? 4th January ആണ്. ബോട്ട് പ്ലാൻഡ് ഫോർ ക്യാഷ്. നമ്മൾ ക്യാഷ് കൊടുത്ത് എന്ത് ചെയ്തു? ബിസിനസ് പ്ലാന്റ് വാങ്ങിയിട്ടുണ്ട്, കുറച്ച് സ്ഥലം വാങ്ങിയിട്ടുണ്ടെന്ന് വിചാരിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്താ ട്രാൻസാക്ഷൻ വരുന്നത്? ഫസ്റ്റ് ഡേറ്റ് കൊടുക്കുക നമുക്ക്. എന്താണ്? 4th January 2015. ഓക്കെ. എന്താണ് വരുന്നത് ട്രാൻസാക്ഷൻ? ബോട്ട് പ്ലാൻ ഫോർ ക്യാഷ്. ഓക്കെ. ട്രാൻസാക്ഷൻ നമ്മൾ കൊടുത്തു, ബോട്ട് പ്ലാൻ ഫോർ ക്യാഷ് എന്നുള്ളത്. അവിടെ എന്ത് സംഭവിക്കുന്നു അത് നോക്കട്ടെ നമുക്ക്. എന്താ അവിടെ സംഭവിക്കാൻ പോകുന്നത്? പ്ലാൻ ഫോർ ക്യാഷ്, ബോട്ട് പ്ലാൻ. ഒരു പ്ലാന്റ് വാങ്ങി, പുതുതായിട്ടൊരു സ്ഥലം നമുക്ക് ബിസിനസ്സിലേക്ക് വരിക. ബിസിനസ് അസറ്റ് കൂടുകയോ കുറയോ? പ്ലാന്റ് വരുമ്പോൾ ബിസിനസ് അസറ്റ് കൂടുകയോ കുറയോ? കൂടും. ഒരു പുതിയ പ്ലാന്റ് വരികയല്ലേ? ആ ബിസിനസ് അസറ്റ് കൂടി. എത്ര രൂപയുടെ അസറ്റാണ് വാങ്ങുന്നത്? 8,000 രൂപയുടെ അല്ലേ? 8,000 കൂടി. അവിടെ കൂടുന്ന സമയത്ത് വേറെ എന്താ മാറ്റം വരുന്നത്? ലയബിലിറ്റി എന്തെങ്കിലും വരുന്നുണ്ടോ? ഇല്ല സാർ. ഇല്ല, ലയബിലിറ്റി വരുന്നില്ല. ക്യാപിറ്റൽ വരുന്നുണ്ടോ? നോ സാർ. ക്യാപിറ്റൽ വരുന്നില്ല. പിന്നെ എന്താ സംഭവിക്കുന്നത്? ബോട്ട് പ്ലാന്റ് ക്യാഷ് കൊടുത്ത് വാങ്ങിയെന്നാ പറഞ്ഞത്. അപ്പൊ പ്ലാന്റ് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോ ക്യാഷ് നമ്മൾ തിരിച്ച് അങ്ങോട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ക്യാഷ് എന്ന് പറയുന്നത് നമ്മുടെ അസറ്റ് അല്ലേ? അപ്പൊ അസറ്റ് കുറയും കൂടി ചെയ്തിട്ടുണ്ട് അല്ലേ? അപ്പൊ ഒരു അസറ്റ് കൂടി, 8,000 രൂപയുടെ അസറ്റ് കൂടി. അപ്പൊ തന്നെ എന്ത് ചെയ്തു? 8,000 രൂപയുടെ ക്യാഷ് പോയി. അത് അസറ്റ് കുറയും ചെയ്തു. 8,000 രൂപ നമ്മുടെ കയ്യിൽ നിന്ന് പോവുകയും ചെയ്തു. സോ അവിടെ ഒരു പ്ലസ് 8,000 വന്നിട്ടുണ്ട്, ഒരു മൈനസ് 8,000 വന്നിട്ടുണ്ട്. കറക്റ്റ് അല്ലേ?
അല്ലേ? കറക്റ്റ് അല്ലേ? കറക്റ്റ് ആണ്. ഓക്കെ. അപ്പൊ നിങ്ങൾ ആ ഒരു എഫക്റ്റ് കൂടി നോക്കിയിട്ട് നോക്കുക എന്താണ് റിവൈസ്ഡ് ഇക്വേഷൻ. റിവൈസ്ഡ് ഇക്വേഷൻ എന്ത് വരും? റിവൈസ്ഡ് ഇക്വേഷൻ പറയൂ. എന്തായിരിക്കും റിവൈസ്ഡ് ഇക്വേഷൻ? പറയടോ. 22,000. യെസ്, 22,000 ഈക്വൽസ് 2,000 പ്ലസ് 20,000 അല്ലേ? യെസ്. അടുത്ത് നോക്കാം. അടുത്ത ട്രാൻസാക്ഷൻ 8 ജാനുവരിയിലാണ്. 8 ജാനുവരി 2015. ട്രാൻസാക്ഷൻ എന്താ നടക്കുന്നത്? പർച്ചേസ് ഗുഡ്സ് ഫോർ ക്യാഷ്. ക്രെഡിറ്റ് അല്ല, ഫോർ ക്യാഷ്. ഓക്കെ. ട്രാൻസാക്ഷൻ നടന്നു. പർച്ചേസ് ഗുഡ്സ് ഫോർ ക്യാഷ്. ഇവിടെയും എന്താ സംഭവിക്കുന്നത്? ഇവിടെ എന്താ സംഭവിക്കുന്നത്? പറയണോ? നിങ്ങൾ പറയൂ. അസറ്റിൽ എന്തെങ്കിലും മാറ്റം വരുന്നുണ്ടോ? പർച്ചേസ് ഗുഡ്സ് ഫോർ ക്യാഷ്. നമ്മൾ സ്റ്റോക്ക് വരുന്നുണ്ട് അല്ലേ? സ്റ്റോക്ക് കൂടും. എത്ര രൂപയുടെ കൂടും? എത്ര രൂപ വാങ്ങിയിട്ടുള്ളത്? 4,000 റുപ്പീസിന്റെ ക്യാഷ് നമ്മൾ വാങ്ങിയിട്ടുള്ളത്. സോറി, ഗുഡ്സ് ആ വാങ്ങിയിട്ടുള്ളത്. അപ്പൊ ഗുഡ്സ് അത്രയും കൂടും. പ്ലസ് 4,000. ഒപ്പം എന്ത് സംഭവിക്കുന്നുണ്ട്? ലയബിലിറ്റി ക്യാപിറ്റലോ മാറ്റില്ല, പക്ഷെ നമ്മുടെ കയ്യിൽ നിന്ന് ക്യാഷ് പോയിട്ടുണ്ട് അല്ലേ? ക്യാഷ് കുറയും. ക്യാഷിന് അസറ്റ് എന്ത് ചെയ്യും? നമ്മുടെ കയ്യിൽ നിന്ന് കുറയും. മൈനസ് 4,000. അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ എന്താണ് ഇക്വേഷൻ വരുന്നത്? ഇക്വേഷൻ ഒരു മാറ്റവും ഇല്ല. എന്താ? 22,000 ഈക്വൽസ് എത്രയാണ്? 2,000 പ്ലസ് 20,000. ഓക്കെ, ഇതാണ് ഇക്വേഷൻ. അടുത്തായിട്ട് നോക്കുക. അടുത്ത ട്രാൻസാക്ഷൻ. ഇതുവരെ ചെയ്ത ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഏതെങ്കിലും ഒന്ന് പറയണമെങ്കിൽ പറയാം, നമുക്കത് രണ്ടാമത് ചെയ്യാം. ഏതെങ്കിലും റിവൈസ് ചെയ്യണോ? ഏതെങ്കിലും പോയിന്റ്? വേണ്ട. ഓക്കെ, അടുത്ത് നോക്കുക. അടുത്ത ട്രാൻസാക്ഷൻ ഏതാണ്? ഓൺ 12th ജാനുവരി 2015 എന്താ ട്രാൻസാക്ഷൻ നടക്കുന്നത്? സോൾഡ് ഗുഡ്സ് ഫോർ ക്യാഷ്. അതിന് ബ്രാക്കറ്റിൽ ഒരു ഡീറ്റെയിൽ കൂടി തന്നിട്ടുണ്ട്. എന്താണ്? കോസ്റ്റ് ₹4,000 പ്ലസ് പ്രോഫിറ്റ് ₹2,000. അങ്ങനെ ടോട്ടൽ എത്ര ചെയ്തു? 6,000 ആണ് കൊടുത്തിട്ടുള്ളത്. സാധനം വിൽക്കുന്നുണ്ട്. ആ വിൽക്കുന്നത് നമുക്ക് എത്ര ചെലവ് വന്നതാണ്? നമ്മൾ ചെലവ് എന്നുള്ളത് 4,000 രൂപയാണ്. അത് കൂടി 2,000 രൂപയുടെ പ്രോഫിറ്റ് കൂട്ടിയിട്ടാണ് 6,000 രൂപക്ക് നമ്മൾ കൊടുക്കുന്നത്. എങ്ങനെയാണ് വരിക എന്ന് ആലോചിച്ച് നോക്കുക. ആദ്യം സാധനം വിറ്റ് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? അയാളുടെ കയ്യിൽ നിന്ന് ക്യാഷ് കിട്ടുന്നുണ്ട് അല്ലേ? സോൾഡ് ഗുഡ്സ് ഫോർ ക്യാഷ്. സോൾഡ് ഗുഡ്സ് ഫോർ ക്യാഷ് എത്രയാണ്? കോസ്റ്റ് 4,000. പ്രോഫിറ്റ് എത്രയാണ്? 2,000. ഇതാണ് ട്രാൻസാക്ഷൻ. എങ്ങനെയാണ് വരുന്നത്? സോൾഡ് ഗുഡ്സ് ഫോർ ക്യാഷ്. ക്യാഷ് സാധനം വിറ്റ് കഴിഞ്ഞാൽ അയാൾ നമുക്ക് എത്ര രൂപ തരും? എത്ര രൂപ തരും? പറയടോ, എത്ര രൂപ തരും? റെസ്പോണ്ട് ചെയ്തില്ലെങ്കിൽ പക്കാ ബോറിംഗ് ആയിരിക്കും. 6,000. യെസ്, 6,000 ക്യാഷ് തരും അല്ലേ? അപ്പൊ നമ്മുടെ കയ്യിൽ ക്യാഷ് കൂടുകയാണ്. എത്ര രൂപ കൂടും? 6,000 രൂപ നമ്മുടെ കയ്യിലേക്ക് വരുന്നുണ്ട്. അസറ്റ് 6,000 രൂപ കൂടി അല്ലേ? ശരിയല്ലേ? ഈ 6,000 രൂപ വെറുതെ അങ്ങോട്ട് കൂടുകയാണ് ചെയ്യുന്നത്? അല്ല, നമ്മുടെ കയ്യിൽ നിന്ന് അയാൾക്ക് സാധനം കൊടുക്കുന്നുണ്ട്. സാധനം കൊടുക്കുന്നത് എത്ര രൂപ വിലയുള്ള സാധനം കൊടുക്കുന്നത്? എത്ര രൂപ വിലയുള്ള സാധനം കൊടുക്കുന്നത്? 6,000 രൂപയുടെ സാധനമാണോ കൊടുക്കുന്നത്? അല്ല, 4,000. നമുക്ക് ചെലവായിട്ടുള്ള എത്ര? 4,000 രൂപ ഉള്ളൂ. 4,000 രൂപയുടെ സാധനം നമ്മുടെ കയ്യിൽ നിന്ന് എന്ത് ചെയ്യുന്നു? അയാൾക്ക് പോകുന്നുണ്ട്. സോ മൈനസ് 4,000 അസറ്റിൽ വരുന്നുണ്ട് അല്ലേ? 6,000 രൂപ ക്യാഷ് കിട്ടുമ്പോൾ വേറെ സാധനം അയാൾക്ക് അങ്ങോട്ട് കൊടുക്കുന്നുണ്ട്. 4,000 രൂപ നമുക്ക് ചെലവായ സാധനം. ഇനി അത് വേറെ എവിടെയെങ്കിലും എഫക്ട് ചെയ്യുമോ? അപ്പോൾ 6,000 വന്നു, 4,000 സാധനം പോയി. ബാക്കി 2,000 രൂപയുടെ പ്രോഫിറ്റ് ഉണ്ട്. ഈ പ്രോഫിറ്റ് ആർക്കുള്ളതാ?
പ്രോഫിറ്റ് ഓണർക്ക് ഓണർക്കുള്ളതല്ലേ? ഓണറുടെ അക്കൗണ്ട് ഏതാ? ക്യാപിറ്റൽ അക്കൗണ്ട്. ഓണർ അക്കൗണ്ട് ക്യാപിറ്റൽ അക്കൗണ്ട് ആണ്. സോ നമ്മൾ ഈ 6000 2000 രൂപ ആരുടെ അക്കൗണ്ടിൽ എഴുതണം? ക്യാപിറ്റൽ കൂടുന്നതായിട്ട് എഴുതണം. ഓക്കെ, ക്ലിയർ അല്ലേ? യെസ്. അപ്പൊ 2000 രൂപ ക്യാപിറ്റൽ നമ്മൾ കാണിച്ചു. അപ്പൊ ഇനി എങ്ങനെ ട്രാൻസാക്ഷന്റെ റിവൈസ്ഡ് ഇക്വേഷൻ വരേണ്ടത്? റിവൈസ്ഡ് ഇക്വേഷൻ എന്തായിരിക്കും? റിവൈസ്ഡ് ഇക്വേഷൻ പറയൂ. റിവൈസ്ഡ് ഇക്വേഷൻ പറയൂ. 22,000 മൈനസ് 4,000 എത്ര വരുന്നത്? 24,000 ഈക്വൽസ് ഇവിടെ എത്ര വരുന്നുണ്ട്? പഴയ 2000 അതിൽ മാറ്റുണ്ടോ ലയബിലിറ്റിയിൽ? ഇല്ല. 2000 പ്ലസ് ഇവിടെ എന്ത് വരുന്നുണ്ട്? 20,000 ആയിരുന്നു പ്ലസ് 2,000 ആയിട്ടുണ്ട് അല്ലേ? 20,000 ആയിരുന്നു ക്യാപിറ്റൽ പ്ലസ് 2000 രൂപ പ്രോഫിറ്റ് കൂടി വന്നു. 2,000 22,000. കറക്റ്റ് അല്ലേ ഇക്വേഷൻ? 24,000 ഈസ് ഇക്വൽ ടു 2,000 പ്ലസ് 22,000. കറക്റ്റ് അല്ലേ? അടുത്ത നോക്കുക. അടുത്ത ട്രാൻസാക്ഷൻ എന്താ? അടുത്തത് 18th January 2015. അന്ന് എന്താ സംഭവിക്കുന്നത്? 18th January എന്താ സംഭവിക്കുന്നത്? ട്രാൻസാക്ഷൻ പറയടോ. Paid to Das and Company അല്ലേ? Paid to Das and Company in cash. നമ്മൾ ക്യാഷ് കൊടുത്തു. ആർക്ക്? ദാസ് ആൻഡ് കമ്പനി. ആരാ ഈ ദാസ് ആൻഡ് കമ്പനി? ആരാ ദാസ് ആൻഡ് കമ്പനി? ഇതിനു മുമ്പ് ആ പേര് വന്നിട്ടുണ്ടോ? പേര് വന്നിട്ടുണ്ടോ ഇതിനു മുമ്പ്? സെക്കൻഡ് ട്രാൻസാക്ഷൻസ് രണ്ടാമത്തെ ട്രാൻസാക്ഷൻ ദാസ് ആൻഡ് കമ്പനി പേര് വന്നിട്ടുണ്ട്. എന്തായിരുന്നു? അയാളുടെ കയ്യിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്തു? ഗുഡ്സ് കടത്തിന് വാങ്ങിയിട്ടുണ്ട്. ആ കടത്തിന് വാങ്ങി നമ്മൾ തിരിച്ചു കൊടുക്കുക. എത്ര രൂപ തിരിച്ചു കൊടുക്കുന്നത് അയാൾക്ക്? 1000 രൂപ തിരിച്ചു കൊടുക്കുന്നില്ല അല്ലെ? 1000 രൂപ തിരിച്ചു കൊടുക്കുന്നു. സോ നമ്മൾ എന്ത് ചെയ്തു? ട്രാൻസാക്ഷൻ പേ ടു ദാസ് ആൻഡ് കമ്പനി. 1000 രൂപ കൊടുക്കുകയാണ് അല്ലേ? 1000 രൂപ കൊടുക്കുമ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് ക്യാഷ് അയാൾക്ക് അങ്ങോട്ട് പോവാണ് ആണല്ലോ. അപ്പൊ നമ്മുടെ കയ്യിൽ നിന്ന് ക്യാഷ് 1000 രൂപ കുറയണം. 1000 റുപ്പീസ് നമ്മുടെ കയ്യിൽ നിന്ന് അസറ്റ് കുറയണം, ക്യാഷ് കുറയണം. ഇനി ക്യാഷ് മാത്രമാണ് കുറയുന്നത്. ആർക്ക് കൊടുക്കുന്നത്? ദാസിനാണ് അല്ലേ? ദാസ് നമ്മുടെ ആരാണ്? ദാസ് ആൻഡ് കമ്പനി ആരാണ്? നമ്മൾ അങ്ങോട്ട് ക്യാഷ് കൊടുക്കാൻ ലയബിലിറ്റി ആണ് നമ്മുടെ അല്ലേ? നമ്മുടെ ക്രെഡിറ്റർ ആണെന്ന് പറയാം. ക്രെഡിറ്റർ എന്ന് പറഞ്ഞാൽ ലയബിലിറ്റി ആണ് അല്ലേ? ആ ലയബിലിറ്റിയും കുറയല്ലേ? അയാൾക്ക് കൊടുക്കാൻ 1000 രൂപയും നമുക്ക് കുറയല്ലേ ചെയ്യുന്നത്? ഇപ്പൊ ലയബിലിറ്റി നമ്മൾ എന്ത് ചെയ്യണം? 1000 രൂപ കുറച്ച് കാണിക്കണം. ഓക്കെ, അപ്പോൾ അസറ്റിൽ നിന്ന് ക്യാഷ് പോയത് കൊണ്ട് 1000 രൂപ കുറഞ്ഞു. ലയബിലിറ്റിന്ന് അയാൾക്ക് ഇനി 1000 രൂപ കൊടുക്കണ്ട, കുറച്ച് കൊടുത്താൽ മതി അല്ലേ? അപ്പൊ 1000 രൂപ ലയബിലിറ്റിയിൽ നിന്ന് കുറഞ്ഞു. അപ്പൊ നമ്മുടെ ഇക്വേഷൻ എന്താവും? റിവൈസ്ഡ് ഇക്വേഷൻ എന്താവും? റിവൈസ്ഡ് ഇക്വേഷൻ പറയൂ. 23,000 ഈക്വൽസ് 1000 പ്ലസ് 22,000. 1000 പ്ലസ് 22,000. യെസ്, ഇതാണ് നമ്മുടെ റിവൈസ്ഡ് ഇക്വേഷൻ. ക്ലിയർ ആണല്ലോ? അടുത്ത ട്രാൻസാക്ഷൻ നോക്കാം. അടുത്ത ട്രാൻസാക്ഷൻ എന്താണ്? 22 January 2015. ട്രാൻസാക്ഷൻ പറയുക. റിസീവ്ഡ് ഫ്രം ബി ബാനർജി. എന്താണ് പറഞ്ഞിട്ടുള്ളത്? ബി ബാനർജി എന്നൊരാളുടെ കയ്യിൽ നിന്ന് നമുക്ക് ക്യാഷ് കിട്ടി. എത്ര രൂപ കിട്ടിയിട്ടുള്ളത്? 300 റുപ്പീസ് ആണ് കിട്ടിയിട്ടുള്ളത്. അത് ആരായിരിക്കും ബി ബാനർജി എന്നുള്ളത്? ആരായിരിക്കും ബി ബാനർജി? സാധാരണ വെറുതെ ഒരാൾ നമുക്ക് ക്യാഷ് തരുമോ? വെറുതെ ഒരാൾ ക്യാഷ് തരുമോ? ആരാവും ബി ബാനർജി? ഇല്ല. ആരായിരിക്കും? ഡെറ്റർ ആയിരിക്കും. യെസ്,
നമുക്ക് ഇങ്ങനെ ക്യാഷ് തരാനുള്ള ആരെങ്കിലും എന്തുണ്ടാവും, നമുക്ക് ക്യാഷ് തന്നു എന്നാ പറഞ്ഞത്. നമുക്ക് ഇതിനു മുമ്പ് ക്യാഷ് തരാനുള്ള ഒരാള് ക്യാഷ് തന്നു. സോ റിസീവ്ഡ് ഫ്രം ബാനർജി അല്ലേ, ബാനർജിന്റെ കയ്യിൽ നിന്ന് ക്യാഷ് കിട്ടി. എത്ര രൂപ കിട്ടിയത്? 300 രൂപ അയാൾ തന്നിട്ടുള്ളത് അല്ലേ, ചെറിയ എമൗണ്ട് ആണ്. 300 രൂപ നമുക്ക് ക്യാഷ് ആയിട്ട് കിട്ടി. അപ്പൊ 300 രൂപയുടെ കൂടി അസറ്റിൽ നമ്മൾ ഇൻക്രീസ് ചെയ്ത് കാണിച്ചു. ഇനി അവിടെ ലയബിലിറ്റി എന്തെങ്കിലും മാറ്റം വരുമോ? അയാൾ 300 രൂപ തന്നു കഴിഞ്ഞാൽ ലയബിലിറ്റിയിൽ മാറ്റം വരുമോ? ഇല്ല. അയാളുടെ കയ്യിൽ നിന്ന് ക്രെഡിറ്റിനാ വാങ്ങിയെന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യും? അയാളുടെ കയ്യിൽ നിന്ന് പല ലോൺ എടുക്കുകയെ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ടാണെങ്കിൽ ലയബിലിറ്റി മാറുമായിരുന്നു അല്ലേ. ഇത് അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. ബാനർജിയുടെ കയ്യിൽ നിന്ന് ക്യാഷ് കിട്ടിയെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അതുകൊണ്ട് നമുക്ക് എന്താ അസ്യൂം ചെയ്യാം, അയാൾ തരാനുള്ള ക്യാഷ് നമുക്ക് തന്നു. ഇത് ലോണ് എന്നുള്ളോ അല്ലെങ്കിൽ ക്രെഡിറ്റിനാണ് തന്നുള്ളതെന്നോ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, ലയബിലിറ്റി എടുക്കാമായിരുന്നു. ഇവിടെ ലയബിലിറ്റിയുടെ മാറ്റമൊന്നുമില്ല. അതേപോലെ തന്നെ ക്യാപിറ്റലുമായി ബന്ധപ്പെട്ട ട്രാൻസാക്ഷനും ഇല്ല. അപ്പോൾ ഇനി അടുത്തായിട്ട് നോക്കേണ്ടത്, ഈ ബാനർജി നമ്മൾ ഡെറ്റർ ആയിരുന്നു അല്ലേ, നമ്മൾ ക്യാഷ് തരാനുള്ള ആളായിരുന്നു. അങ്ങനെ ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, അതിൽ നിന്ന് അസറ്റായ ഈ ഡെറ്റർ എന്നുള്ള എന്താണ്, അസറ്റാണ്. നമ്മൾ ക്യാഷ് തരാനുള്ള ആളായിരുന്നു. അയാളുടെ കയ്യിൽ നിന്ന് ആ 300 രൂപ കുറഞ്ഞു അല്ലേ, ഡെറ്റേഴ്സിന് 300 കുറഞ്ഞു. അപ്പോൾ 300 കുറച്ചും കാണിച്ചു, എവിടെ തന്നെ അസറ്റ് തന്നെ കാണിച്ചു. അപ്പോൾ നമ്മൾ റിവൈസ്ഡ് ഇക്വേഷൻ എന്തായിട്ട് വരും? റിവൈസ്ഡ് ഇക്വേഷൻ എന്ത് വരും? 2300 പ്ലസ് 300 മൈനസ് 300. ഇത് മാറ്റം വരുന്നുണ്ടോ? സോ 23,000 മാറ്റം വരുന്നുണ്ടോ? 23,000 തന്നെയാണല്ലേ. ഈക്വൽസ് അടുത്തെന്താണ്? 1000 പ്ലസ് 22,000. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നത്. അടുത്തെന്താ ചെയ്യുന്നത്? പെയ്ഡ് സാലറി. അടുത്ത ട്രാൻസാക്ഷൻ 25th January 2015. പെയ്ഡ് സാലറി അല്ലേ, പെയ്ഡ് സാലറി. ഓക്കെ, എന്താ ട്രാൻസാക്ഷൻ? എത്ര രൂപ കൊടുക്കുന്നത്? സാലറി എത്ര രൂപ കൊടുക്കുന്നുണ്ട്? 6,000 റുപ്പീസ് സാലറി കൊടുക്കുന്നു. സാലറി കൊടുത്ത് നമ്മുടെ കയ്യിൽ നിന്ന് എന്ത് കുറയും? ക്യാഷ് കുറയില്ല, ക്യാഷ് കൊണ്ട് പോവാണ്. അപ്പോൾ 6,000 രൂപയുടെ ക്യാഷ് അസറ്റ് നമ്മുടെ കയ്യിൽ നിന്ന് കുറയും. അസറ്റ് 6,000 രൂപ നമ്മുടെ കയ്യിൽ നിന്ന് കുറഞ്ഞു. ഇനി ഇത് എവിടെ നിന്ന് മാറ്റണം? ഇതിന്റെ എഫക്റ്റ് എവിടെ വരും? ലയബിലിറ്റി എന്തെങ്കിലും കുറയോ? ഇല്ല, ലയബിലിറ്റി കുറയില്ല. പിന്നെ അസറ്റ് എന്തെങ്കിലും കൂടാൻ പോകുന്നുണ്ടോ? അസറ്റ് കൂടാനും പോകുന്നില്ല. അപ്പൊ ഇത് എവിടെ അഡ്ജസ്റ്റ് ചെയ്യാം? എന്തുകൊണ്ടാണ് ക്യാപിറ്റൽ അഡ്ജസ്റ്റ് ചെയ്യുന്നത്? ക്യാഷ് പോവാണ്. എന്തെങ്കിലും ക്യാപിറ്റൽ അഡ്ജസ്റ്റ് ചെയ്ത ലോജിക്ക് വേണ്ടേ? വെറുതെ അങ്ങോട്ട് പോയി ക്യാപിറ്റൽ കുറയ്ക്കുക, സാലറി കൊടുത്തുകൊണ്ട് ക്യാപിറ്റൽ പോയി കുറയ്ക്കാന്ന് പറഞ്ഞാൽ ഒരു ലോജിക്ക് വേണ്ട. അതിന് സാലറി അപ്പോ എടാ ഞാൻ കാര്യം ചോദിക്കട്ടെ, നിങ്ങളുടെ വീട്ടില് തെങ്ങുണ്ടാവില്ലേ? നമ്മൾ ഇടയ്ക്ക് തെങ്ങിന്റെ ചോടൊക്കെ കളപ്പിക്കാറുണ്ട്. ആളുകളെ വിളിച്ച് ആ തെങ്ങിന്റെ അടികൾ വൃത്തിയാക്കാറുണ്ട്, കളപ്പിച്ചത് വളക്കിടാറുണ്ട് ഇല്ലേ? അതിന് ക്യാഷ് ആര് കൊടുക്കണം? അയൽവക്കാര് കൊടുക്കോ? ഇല്ല, ആര് കൊടുക്കണം? നമ്മൾ കൊടുക്കണം. കാരണം എന്താ? ആ തേങ്ങ വിറ്റ് കിട്ടുന്ന ക്യാഷ് ആരാ എടുക്കുന്നത്? നമ്മളെടുക്കുന്നത്. അപ്പൊ അതിന് കിട്ടുന്ന പ്രോഫിറ്റ് നമുക്കതാണെങ്കിൽ അതിന് വരുന്ന ചെലവ് നമ്മൾ അറിയണ്ടേ അല്ലേ? ബിസിനസ്സിൽ വരുന്ന ഈ സാലറി എന്നുള്ളത് ബിസിനസ്സിൽ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ വേണ്ടി അവിടെയുള്ള ആളുകൾ പണിയെടുക്കുന്നതല്ലേ അല്ലേ? അപ്പൊ അതിന് വരുന്ന ചെലവ് ആരറിയണം? മുതലാളി അറിയണം. അപ്പൊ ഓണറിന്റെ അക്കൗണ്ടിൽ എന്ത് ചെയ്യണം? അത് അഡ്ജസ്റ്റ് ചെയ്യണം. 6,000 രൂപ കുറച്ചത് ക്യാപിറ്റലിൽ നിന്ന് 6,000 രൂപ എന്ത് ചെയ്യണം? കുറയണം. ഓക്കെ, ഇതാണ് ലോജിക്ക്. അല്ലാതെ നമ്മൾ പറഞ്ഞ ഏത് പഠിക്കുകയാണെങ്കിലും എന്ത് ചെയ്യാം, എന്തുകൊണ്ടാണെന്നുള്ള അത് കറക്റ്റ് ആയിട്ട് പോവാ. ജസ്റ്റ് നമ്മൾ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുക മാത്രമല്ല ചെയ്യുന്നത്, കറക്റ്റ് ആയിട്ട് ലോജിക്ക് എന്താണ് കറക്റ്റ് ആയിട്ട് പോകണം. ഓക്കെ, അപ്പൊ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ അടുത്ത ഇക്വേഷൻ, റിവൈസ്ഡ് ഇക്വേഷൻ എന്ത് വരും? റിവൈസ്ഡ് ഇക്വേഷൻ എന്താവോ? ആരും പറയുന്നില്ല. 70,000
മൈനസ് ചെയ്തിട്ടുള്ള 17,000 60,000 is equal to 1,000 plus plus 60,000. 16,000. 16,000. അടുത്തായിട്ട് നോക്കുക. അടുത്ത ട്രാൻസാക്ഷൻ എന്താണ്? 30th January ആണ് അല്ലേ? 30/1/15. സോറി, ട്രാൻസാക്ഷൻ എന്താണ്? റിസീവ്ഡ് ഇൻട്രസ്റ്റ് റുപ്പീസ് 5,000. ഇൻട്രസ്റ്റ് കിട്ടി. എഴുതാം നമുക്ക്. റിസീവ്ഡ് ഇൻട്രസ്റ്റ് കിട്ടി. എത്ര രൂപ ഇൻട്രസ്റ്റ് കിട്ടി? 5,000 രൂപ അല്ലേ? 5,000 രൂപ ഇൻട്രസ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? ക്യാഷ് കിട്ടി എന്നല്ല അർത്ഥം. നമ്മൾ ക്യാഷ് അല്ലെങ്കിൽ നമ്മുടെ ബാങ്കിലെ എമൗണ്ട് കൂടും. രണ്ടാണോ? അസറ്റ് എന്ത് ചെയ്യും? കൂടും. അസറ്റിൽ എന്ത് ചെയ്യുന്നുണ്ട്? 5,000 രൂപ കൂടുന്നുണ്ട്. ഈ ലയബിലിറ്റി എന്തെങ്കിലും മാറ്റം വരുന്നുണ്ടോ? ലയബിലിറ്റി മാറ്റം വരുന്നുണ്ടോ? ഇല്ല. ലയബിലിറ്റിയിൽ മാറ്റമൊന്നും വരുന്നില്ല. പിന്നെ എവിടെ മാറ്റം ഇല്ല. വരുന്നില്ല? നേരത്തെ ഞാൻ പറഞ്ഞു അല്ലേ, ഒരാളെ പണിക്ക് വിളിച്ചു കഴിഞ്ഞാൽ അതിന് കിട്ടുന്ന കൂലി എന്ത് ചെയ്യണം? ഓണർ കൊടുക്കണമെന്ന്. അതിന് കിട്ടുന്ന വരുമാനം ആർക്ക് എടുക്കാം? ഓണർക്ക് എടുത്തൂടെ? ചെലവ് അയാൾക്കാണെന്നുണ്ടെങ്കിൽ അയാൾക്ക് കിട്ടുന്ന വരവ്, എക്സ്പെൻസ് അയാളുടെ കയ്യിൽ നിന്ന് കുറക്കാണെങ്കിൽ ഇൻകം അയാളുടെ കൂട്ടണ്ടേ? അപ്പൊ ഇൻകാണ് കിട്ടുന്നത്. റിസീവ് ഇൻട്രസ്റ്റ് ഇൻകാണ്. സോ അതെന്ത് ചെയ്തു? അയാളുടെ അക്കൗണ്ടിൽ ആഡ് ചെയ്തു. ആളുടെ അക്കൗണ്ടിൽ, ക്യാപിറ്റലാണ് ഓണർ, ഓണറുടെ അക്കൗണ്ടിൽ 5,000 രൂപ ആഡ് ചെയ്തു. സോ റിവൈസ് ഇക്വേഷൻ എങ്ങനെ വരും? 22,000 22,000 equals 1,000 plus പ്ലസ് എത്ര വരും? 21,000. 21. ഓക്കെ. അടുത്ത ട്രാൻസാക്ഷൻ, ലാസ്റ്റ് ട്രാൻസാക്ഷൻ ആണ് അല്ലേ? പെയ്ഡ് വേജസ് 31st January 2015. പെയ്ഡ് വേജസ്. വേജ് കൊടുത്തു. എത്ര രൂപ വേജ് കൊടുക്കുന്നത്? 3,000. 3,000 റുപ്പീസ് വേജ് കൊടുത്തു. അപ്പൊ എന്ത് സംഭവിക്കും? നമ്മുടെ കയ്യിൽ നിന്ന് അത്രയും ക്യാഷ് കുറയും അല്ലേ? ക്യാഷ് അത്രയും കുറയും അല്ലേ? ആ 3,000 രൂപ നമ്മുടെ കയ്യിൽ നിന്ന് കുറഞ്ഞു, അസറ്റ് കുറഞ്ഞു. ലയബിലിറ്റി എന്തെങ്കിലും കുറയുന്നുണ്ടോ? ഇല്ല. അത് എവിടെ നിന്ന് കുറയ്ക്കണം? ഇത് എക്സ്പെൻസ് ആണ്. എക്സ്പെൻസ് ആരുടെ അക്കൗണ്ടിൽ നിന്ന് പോവും? ഓണറുടെ അക്കൗണ്ടിൽ നിന്ന് പോവില്ലേ? ഇൻകം അയാൾക്കാണെന്നുണ്ടെങ്കിൽ എക്സ്പെൻസ് ഞാൻ എന്ത് ചെയ്യണം? കുറച്ച് കാണിക്കണം. സോ എക്സ്പെൻസ് എന്ത് ചെയ്തു? എക്സ്പെൻസിന്റെ 3,000 ക്യാപിറ്റലിൽ നിന്ന് കുറഞ്ഞു. ക്യാപിറ്റലിൽ നിന്ന് 3,000 കുറഞ്ഞു. അപ്പൊ എന്താകും റിവൈസ് ഇക്വേഷൻ? 19,000 equals 19,000 is equal to 1,000 plus 18,000. 18,000. ഓക്കെ, ഇതാണ് നമ്മുടെ അക്കൗണ്ടിങ് ഇക്വേഷൻ. ഇത്രയും ട്രാൻസാക്ഷൻ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നത്. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ല. ഓക്കെ, നമുക്ക് ഈ ഒരു ഇങ്ങനെ അക്കൗണ്ടുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എക്സൽ ചെയ്താൽ മതിയില്ലേ? അതോ നമുക്ക് വൈറ്റ് ബോർഡിലായിട്ട് ചെയ്യണോ? ടെക്സ്റ്റിൽ കാണിച്ചു തന്നാൽ മതി. അതോ ഇങ്ങനെയാണോ? ഏതാ നിങ്ങൾക്ക് മനസ്സിലാവുന്ന, ഏതാ എളുപ്പം, ഏതാ തോന്നുന്നത്? എക്സൽ മതിയോ? ആരെന്തൊന്നും മിണ്ടാത്ത? ഇങ്ങനെ മതി സർ. മതി. അപ്പൊ അടുത്തായിട്ട് ബ്രേക്ക് വേണോ? നിങ്ങൾക്ക് ബ്രേക്ക് വേണോ? വേണ്ട സാർ. അടുത്ത കാര്യം ഒന്നുകൂടി നോക്കാം. അപ്പൊ ഇതില് ഇവിടെ സ്റ്റോപ്പ് ചെയ്യുന്നുണ്ട്.
മിനിറ്റ്. അപ്പോൾ നിങ്ങൾ ടെക്സ്റ്റിൽ എക്സസൈസ് ഉണ്ട് ഇതിന് താഴെ, അത് ഹോംവർക്ക് ആയിട്ട് ചെയ്ത് നോക്കുക കേട്ടോ. അടുത്ത എക്സസൈസ്, രാജേഷ് സ്റ്റാർട്ടഡ് ബിസിനസ് വിത്ത് ക്യാഷ്, കണ്ടില്ലേ? ആ ക്വസ്റ്റ്യൻ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ഹോംവർക്ക് ആയിട്ട് ചെയ്യുക. ജസ്റ്റ് മിനിറ്റ്. സ്ക്രീൻ കാണുന്നുണ്ടല്ലോ? ഹലോ, സ്ക്രീൻ കാണുന്നില്ല എല്ലാവർക്കും? ഉണ്ട് സാർ. ഓക്കെ. യെസ്, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡബിൾ എൻട്രി സിസ്റ്റം എന്താണെന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓർക്കുന്നുണ്ടോ? എന്താ ഡബിൾ എൻട്രി സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? എന്താ ഡബിൾ എൻട്രി സിസ്റ്റം? റോബിൻ കേൾക്കുന്നുണ്ടെങ്കിൽ പറയൂ, എന്താണ് ഡബിൾ എൻട്രി സിസ്റ്റം? റോബിനെ, ഓൺലൈൻ ക്ലാസ്സുകളിൽ കോമഡി എന്താ പറയാറുള്ളത്? നമ്മൾ അങ്ങോട്ട് വിളിച്ചു കഴിഞ്ഞാൽ നമ്മൾ കേട്ടാലും മിണ്ടാതിരിക്കുന്ന ആ ശീലം ഉണ്ടാവുമോ നമ്മുടെ കുട്ടികൾക്ക്? ഉണ്ടത്? റെസ്പോണ്ട് ചെയ്യണട്ടോ നിങ്ങള്. ഹലോ. ഹലോ സാർ. പറയൂ. ഡബിൾ എൻട്രി സിസ്റ്റം അറിയുന്ന പറഞ്ഞാൽ മതി, നമുക്ക് തെറ്റുണ്ടി തിരിച്ചാലോ, അതിനല്ലേ ക്ലാസ്. എനിക്കറിയില്ല സാർ. അത് ഇല്ല, അറിയില്ല. ആർക്കാ പറയാൻ പറ്റിയതില്? സിസ്റ്റം ഓഫ് ബുക്ക് കീപ്പിംഗ് അല്ലേ? സിസ്റ്റം ഓഫ് ബുക്ക് കീപ്പിംഗ്. നമുക്ക് ബിസിനസ്സുമായി ബന്ധപ്പെട്ട ബുക്ക്, അക്കൗണ്ടിങ് ബുക്ക് കീപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ്, സിസ്റ്റമാണ് എന്ത്, ഡബിൾ എൻട്രി സിസ്റ്റം. എനിക്ക് ട്രാൻസാക്ഷൻ വന്നു വിചാരിക്കും. എക്സാമ്പിൾ ആയിട്ട് പറയാണ്, ഞാൻ കടയിൽ സാധനം വാങ്ങി, ഞാൻ എന്ത് ചെയ്തു, വെറുതെ ഇങ്ങനെ എഴുതി, പലചരക്ക് സാധനങ്ങൾ വാങ്ങി, സ്റ്റേഷനറി ഐറ്റംസ് എഴുതിയിട്ടു. സ്റ്റേഷനറി നമ്മൾ വീട്ടിലൊക്കെ ചെയ്യുന്നതാണ്. 500 രൂപയുടെ സാധനം വാങ്ങി, ഇങ്ങനെ മാത്രം എഴുതി. സ്റ്റേഷനറി 500 എന്ന് പറഞ്ഞിട്ട് എഴുതി വെച്ചു. എനിക്ക് സാധനം ട്രാൻസാക്ഷൻ നടന്നത് മനസ്സിലായില്ലേ? അല്ലേ? സ്റ്റേഷനറി 500 മാത്രം എഴുതി വെച്ചാൽ അങ്ങനെ സാധനം വാങ്ങിയിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. ഇത് എഴുതുന്ന പോലെ ഇതൊരു സിസ്റ്റമാണ്. പക്ഷേ ബിസിനസ്സിന് അത് എപ്പോഴും ബിസിനസ്സിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി, ബിസിനസ്സിന് ഒബ്ജക്റ്റീവ്സ് അല്ലെങ്കിൽ ബിസിനസ്സിൻ്റെ ഒരുപാട് കണക്കുകൾ വരുന്നുണ്ട്, അതെല്ലാം കറക്റ്റായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ എപ്പോഴും ഈ ഒരു സിസ്റ്റം നല്ലതായിട്ട് തോന്നുന്നില്ല. അല്ലെ, ആ സിസ്റ്റം എന്നുള്ളതല്ല, ഒരു കംപ്ലീറ്റ് സിസ്റ്റം അല്ല നമ്മൾ അങ്ങനെ എഴുതി വെക്കുന്നത്. അതിന് പകരം ഇപ്പം നമ്മൾ സ്റ്റേഷനറി 500 എന്ന് എഴുതി കഴിഞ്ഞാൽ ആ സ്റ്റേഷനറി സാധനം എങ്ങനെ വാങ്ങി കുറച്ച് കാലം കഴിഞ്ഞിട്ട് നമുക്ക് മറന്നു പോകില്ലേ? അത് ക്യാഷ് കൊടുത്ത് വാങ്ങിയോ, കടത്തിന് വാങ്ങിയോ, അല്ലെങ്കിൽ എപ്പോഴാണ് ഇത് ക്യാഷ് കൊടുക്കുക, തിരിച്ചു കൊടുത്ത്, ഇതൊക്കെ ഡൗട്ടുകളുണ്ടാവും. അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ ഡെവലപ്പ് ചെയ്തൊരു സിസ്റ്റമാണ്. ലൂക്ക പാസിയോളി പറഞ്ഞിട്ടായിരുന്നു ഞാൻ. അദ്ദേഹം ഡെവലപ്പ് ചെയ്ത സിസ്റ്റമാണ് ഡബിൾ എൻട്രി സിസ്റ്റം. ഏതൊരു ട്രാൻസാക്ഷൻ നടന്നു കഴിഞ്ഞാലും അത് 2 ആസ്പെക്റ്റുകൾ നമ്മൾ നോക്കും. എന്നാൽ റിസീവിങ് ആസ്പെക്റ്റും ഗീവിങ് ആസ്പെക്റ്റും, അല്ലെങ്കിൽ ഡെബിറ്റ് ആസ്പെക്റ്റും ക്രെഡിറ്റ് ആസ്പെക്റ്റും. അങ്ങനെ നോക്കിയിട്ട് ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുന്നു. എല്ലാ ട്രാൻസാക്ഷനും 2 ആസ്പെക്റ്റ് ഉണ്ട്, ഡെബിറ്റ് ആസ്പെക്റ്റും ക്രെഡിറ്റ് ആസ്പെക്റ്റും. അങ്ങനെ റെക്കോർഡ് ചെയ്യുന്ന ആ ഒരു മെത്തേഡിനെ നമ്മളത് പറയുന്നത് ഡബിൾ എൻട്രി സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, ആ ഡബിൾ എൻട്രി സിസ്റ്റം എന്താണെന്ന് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത്. ഈ ടെക്സ്റ്റ് മുഴുവൻ നമ്മൾ പഠിപ്പിക്കുന്നത് എന്താണ്? ഡബിൾ എൻട്രിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പഠിപ്പിക്കുന്നത്. ഓക്കെ, അതിൽ ആദ്യമായിട്ട് നമ്മൾ പറയുന്നത്, ഇപ്പൊ ഡബിൾ എൻട്രിയിലേക്ക് മനസ്സിലായിട്ടെന്ന് വിചാരിക്കുന്നു. അത് ക്ലിയർ ആവാത്ത ആരെങ്കിലും ഉണ്ടോ? ഞാൻ നേരത്തെ സ്റ്റേഷനറി ഐറ്റംസ് എഴുതിയില്ലേ? സ്റ്റേഷനറി ആണ് ക്യാഷ് കൊടുത്ത് വാങ്ങിയപ്പോ
അപ്പോൾ സ്റ്റേഷനറി ഐറ്റംസ് ക്യാഷ് കൊടുത്ത് വാങ്ങിയോണ്ട് ഞാൻ എന്ത് ചെയ്തു, സ്റ്റേഷനറി അക്കൗണ്ട്, സ്റ്റേഷനറി ആ ഒരു അക്കൗണ്ട് ആക്കി, സ്റ്റേഷനറി അക്കൗണ്ട് 500. ഞാൻ ക്യാഷ് കൊടുത്തുകൊണ്ട് ടു ക്യാഷ് 500. ഓക്കെ, ഇങ്ങനെ എഴുതി സ്റ്റേഷനറി അക്കൗണ്ട് ഡെറ്റർ ടു 500, ഡെറ്റർ ടു ക്യാഷ് 500. ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ ഇത് ഡബിൾ എൻട്രി. കാരണം രണ്ട് ആസ്പെക്ട്, ഈ സ്റ്റേഷനറി എന്നുള്ളത് എന്താണ്, റിസീവിങ് ആസ്പെക്ട് ആണ്. ക്യാഷ് എന്നുള്ളത് എന്താണ്, ഗീവിങ് ആസ്പെക്ട്. ക്യാഷ് അങ്ങോട്ട് കൊടുത്ത് ഗീവിങ് ആസ്പെക്ട് ക്രെഡിറ്റ് ആസ്പെക്ട് ആണ്. അപ്പൊ ഈ രണ്ട് കാര്യങ്ങൾ, ഒരു ട്രാൻസാക്ഷൻ നടന്നു കഴിഞ്ഞാൽ രണ്ട് ആസ്പെക്ട് നോക്കും, റിസീവ് ചെയ്യുന്ന ആസ്പെക്ട് നോക്കും, ഗീവ് ചെയ്യുന്ന ആസ്പെക്റ്റും. അങ്ങനെ റിസീവിങ് ഗീവ് ചെയ്യുന്ന പറയുന്നത് നല്ല എന്താണ്, ഡെബിറ്റ് ആസ്പെക്ട് ക്രെഡിറ്റ് ആസ്പെക്ട്. എല്ലാ ട്രാൻസാക്ഷനും ഡെബിറ്റ് ക്രെഡിറ്റ് ഈ രണ്ടും ഞാൻ എന്ത് ചെയ്യും, റെക്കോർഡ് ചെയ്യും. ഡബിൾ ആണ്, ഡെബിറ്റ് എന്നുള്ളതൊന്നും ക്രെഡിറ്റ് എന്നും. അപ്പൊ രണ്ടെണ്ണം ഉണ്ട്, അപ്പൊ ഡബിൾ ആണ്. രണ്ട് എൻട്രിയും, ഡെബിറ്റിന്റെ എൻട്രിയും എഴുതും, ക്രെഡിറ്റിന്റെ എൻട്രിയും ഞാൻ എന്ത് എഴുതും, എന്റെ ബുക്സിൽ എഴുതും. അങ്ങനെ ഒരു സിസ്റ്റം ആണ് എന്ത് പറയുന്നത്, ഡബിൾ എൻട്രി സിസ്റ്റം. ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് സാലറി കൊടുത്തു, സാലറിന്ന് മാത്രമല്ല എഴുതുക, സാലറി എങ്ങനെ കൊടുത്തു, ക്യാഷ് ആയിട്ട് കൊടുത്തു എന്ന് എഴുതും. സാലറി അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് ആയിട്ട് കൊടുത്തു, അങ്ങനെ എഴുതി വെക്കും. അതെന്താണ്, 500 രൂപയാണെങ്കിൽ 500 രൂപ എന്ന് എന്ത് ചെയ്തു, കറക്റ്റ് ആയിട്ട് എത്ര, രണ്ട് പ്രാവശ്യം ഈ ഒരു ട്രാൻസാക്ഷൻ വരുന്നത്. ഞാൻ വെറുതെ സാലറി എന്ന് എഴുതിയാലും എനിക്കെന്ത് മനസ്സിലായി, സാലറി ആണെന്ന് മനസ്സിലായിട്ടുണ്ട്. പക്ഷെ അങ്ങനെ മാത്രമല്ല എഴുതുക, പകരം എന്ത് ചെയ്യും, രണ്ട് ആസ്പെക്ട്, സാലറി എന്ന ആസ്പെക്ട് മാത്രമല്ല പുറമെ എന്ത് ചെയ്യുന്നു, ക്യാഷ് എന്നൊരു ആസ്പെക്ട് കൂടി എടുക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഡബിൾ എൻട്രി, രണ്ട് എൻട്രി കൊടുക്കുന്നുണ്ട്. ട്രാൻസാക്ഷൻ നടന്നു കഴിഞ്ഞാൽ രണ്ട് എൻട്രി, ഡെബിറ്റിന്റെ എൻട്രിയും ഉണ്ട്, ക്രെഡിറ്റിന്റെ എൻട്രിയും ഉണ്ട്. അങ്ങനെ കൊടുക്കുന്ന ഒരു സിസ്റ്റം ആയതുകൊണ്ടാണ് എന്ത് പറയുന്നത്, ഡബിൾ എൻട്രി സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, നിങ്ങൾ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യും, പർച്ചേസ് ചെയ്തത് എക്സാമ്പിൾ ആയിട്ട് പറയുന്നത്, ഇപ്പൊ നിങ്ങൾ ഒരു മെഷീനറി വാങ്ങി, ഒരു അസറ്റ് വാങ്ങാണ്, മെഷീനറി വാങ്ങി, മെഷീനറിന്ന് മാത്രമല്ല എഴുതുക, മെഷീനറി അക്കൗണ്ട് നിങ്ങൾക്ക് ഡെബിറ്റ് ചെയ്തു, ഡെബിറ്റർ 1,00,000 രൂപയുടെ മെഷീനറിയെ വാങ്ങിയിട്ടുള്ളത്. നിങ്ങൾ ക്യാഷ് കൊടുത്ത ജസ്റ്റ് ഇങ്ങനെ മാത്രം എഴുതിയതുകൊണ്ട് ഡെബിറ്റ് മാത്രമേ എഴുതിയിട്ടുള്ളൂ. അതുകൊണ്ട് നിങ്ങൾക്ക് ക്യാഷ് കൊടുത്തിട്ടാണോ അല്ലെങ്കിൽ ക്രെഡിറ്റ് ആണോ മനസ്സിലാവുമോ, അങ്ങനെ മനസ്സിലാവുമോ? വെറുതെ മെഷീനറി അക്കൗണ്ട് ഡെറ്റർ 1 lakh എഴുതിയാൽ മനസ്സിലാവുമോ, ക്യാഷ് കൊടുത്തോ അല്ലെങ്കിൽ ക്രെഡിറ്റ് കൊടുത്തോ എന്ന് മനസ്സിലാവുമോ? ഇല്ല. അപ്പൊ ഞാൻ ഇങ്ങനെ എഴുതാം, ക്യാഷ് അക്കൗണ്ട് മെഷീനറി അക്കൗണ്ട് ഡെറ്റർ ടു റാം അക്കൗണ്ട് ആണെങ്കിലോ, റാം അക്കൗണ്ട് 1 lakh. എന്ത് മനസ്സിലാക്കാം, ഈ മെഷീനറി എങ്ങനെ വാങ്ങിയിട്ടുള്ളത്, റാം എന്നുള്ള ആളുടെ കയ്യിൽ നിന്ന് കടത്തിനാണ് വാങ്ങിയിട്ടുള്ളത് അല്ലേ. മെഷീനറി അക്കൗണ്ട് ഡെറ്റർ ടു റാം അക്കൗണ്ട്. ഒരാൾ വെറുതെ മെഷീനറി 1 lakh എഴുതി കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റില്ല അത് ക്യാഷ് കൊടുത്താ വാങ്ങിയത് അല്ലെ കടത്തിനാ വാങ്ങിയത് പറയാൻ പറ്റില്ല. അപ്പൊ രണ്ട് ആസ്പെക്ട് നമ്മൾ നോക്കുന്നുണ്ട്, ഡെബിറ്റ് ആസ്പെക്റ്റും ക്രെഡിറ്റ് ആസ്പെക്റ്റും. അതായത് ആ ട്രാൻസാക്ഷൻ ഫുൾ ഡീറ്റെയിൽസ് എന്ത് ചെയ്യുന്നു, അതിന് ഡെബിറ്റും ക്രെഡിറ്റും ആയിട്ട് നമ്മൾ എഴുതുന്നു. അങ്ങനെയാണ് എന്ത് ഡബിൾ എൻട്രി സിസ്റ്റം എന്ന് പേര് വന്നിട്ട്. രണ്ട് എൻട്രി, ഡെബിറ്റ് ആസ്പെക്ട് നോക്കുന്നുണ്ട്, ക്രെഡിറ്റ് ആസ്പെക്ട് നോക്കുന്നുണ്ട്. ഇനി ഈ തരത്തിൽ നമ്മൾ ഡബിൾ എൻട്രിയിലാവുമ്പോൾ എങ്ങനെയാണ് ബുക്കുകൾ കീപ്പ് ചെയ്യേണ്ടത്, അത് ഏതെങ്കിലും ഒരു ബുക്കിൽ മാത്രം എന്തെങ്കിലും കാര്യങ്ങൾ എഴുതി വെക്കുക എന്നുള്ളത് മാത്രമല്ല, നമ്മളതിന്റെ അക്കൗണ്ടിങ് സൈക്കിൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. ഇപ്പൊ ട്രാൻസാക്ഷൻ അതിനെ റെക്കോർഡ് ചെയ്യുന്നുണ്ട്, ജേർണലൈസ് ചെയ്യുന്നുണ്ട്, ലെഡ്ജർ ചെയ്യുന്നുണ്ട്, അങ്ങനെ പല കാര്യങ്ങളും നമ്മൾ ലാസ്റ്റ് ഫൈനൽ സ്റ്റേറ്റ്മെന്റ്സ് വരെയുള്ള ഒരു സൈക്കിൾ മുഴുവൻ പഠിച്ചിട്ടുണ്ട്. അപ്പൊ അതിലേക്ക് എങ്ങനെയാണ് പോകേണ്ടത്, അതിനാണ് ആദ്യമായിട്ട് നമ്മൾ പഠിക്കുന്നത് ബുക്ക് ഓഫ് പ്രൈം എൻട്രി. എന്താണ് ബുക്ക് ഓഫ് പ്രൈം എൻട്രി? എന്താ പ്രൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുടക്കം നിങ്ങൾ പ്രൈമറി സ്കൂളൊക്കെ പോയിട്ടാണ് ഇവിടെ എത്തിയിട്ടുള്ളത് അല്ലേ. ബുക്ക് ഓഫ് പ്രൈം എൻട്രി തുടക്കത്തിലുള്ളതാണ് ബുക്കാണ്, ആദ്യമായിട്ട് എൻട്രി ചെയ്യുന്ന ബുക്ക്. എന്താ ആദ്യമായിട്ട് ഒരു ട്രാൻസാക്ഷൻ നമുക്ക് എവിടെയാണ് അത് എൻട്രി ചെയ്യേണ്ടത്? ട്രാൻസാക്ഷൻ നടന്നു കഴിഞ്ഞാൽ ഡബിൾ എൻട്രി ബുക്ക് കീപ്പിംഗ് ആണ്, ആ ട്രാൻസാക്ഷൻ ബുക്കിൽ എഴുതി വെക്കണം അല്ലേ. ഏത് ബുക്കിൽ എഴുതണം? ജേണൽ ജേണലിനെ പറ്റി നമ്മളിവിടെ പറയുന്നത് കേട്ടോ. ജേണൽ എന്നൊരു സാധനം നമ്മൾ പഠിക്കാൻ പോവാണ് ഇവിടെ. ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എങ്ങനെയാ ജേണലിൽ എഴുതാൻ, ജസ്റ്റ് ഡെറ്റർ ടു എന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന്റെ കറക്റ്റ് ഫോർമാറ്റ് എന്താണെന്ന് നിങ്ങളോട് പഠിക്കാൻ പോവാണ്. അപ്പൊ ജേണലിൽ എങ്ങനെയാണ് ബുക്ക് നമ്മൾ എഴുതുന്നത്, എന്താണ് ജേണൽ നോക്കാം. എ ജേണൽ ഈസ് ഓഫർ റെഫേർഡ് ടു ആസ് ബുക്ക് ഓഫ് പ്രൈം എൻട്രി. ഇതൊന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കാട്ടോ. ബുക്ക് ഓഫ് പ്രൈം എൻട്രി എന്ന് പറയുന്നത് എന്തിനാണ്? ജേണലിനെയാണ് ബുക്ക് ഓഫ് പ്രൈം എൻട്രി എന്ന് പറയുന്നത്. അല്ല, മറ്റൊരു പേര് എന്താണ്? ബുക്ക് ഓഫ് ഒറിജിനൽ എൻട്രി. മറ്റൊരു പേരാണെന്ത്? ബുക്ക് ഓഫ് ഒറിജിനൽ എൻട്രി. ജേണൽ എന്ന പേര് പഠിച്ചു, ബുക്ക് ഓഫ് പ്രൈം എൻട്രി എന്ന പേര് പഠിച്ചു, ബുക്ക് ഓഫ് ഒറിജിനൽ എൻട്രി എന്ന പേരും പഠിച്ചു. ഓക്കെ,
എന്താണ് ഈ ബുക്കിൽ ചെയ്യുന്നത്? ഒരു ജേണൽ എന്ന ബുക്ക് എടുത്തു കഴിഞ്ഞാൽ ഇപ്പൊ ഈ ബുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ടത്തെ കാലത്ത് ഇപ്പൊ ഈ കമ്പ്യൂട്ടർ സിസ്റ്റം അല്ലെങ്കിൽ ERP ഒക്കെ വരുന്നതിന് മുമ്പ് പല ബിസിനസ്സുകളും ബുക്ക് എല്ലാ ബിസിനസ് ലെഡ്ജർ ആയിട്ടൊരു ബുക്ക് നമ്മൾ വലിയൊരു നോട്ട്ബുക്ക് പോലെ, നോട്ട്ബുക്ക് അല്ല ലെഡ്ജർ ബുക്ക് എന്ന് പറയട്ടോ, അല്ലെങ്കിൽ ജേണൽ ബുക്ക് എന്ന്, അത് വലിയൊരു ബുക്കിൽ മാനുവലി നമ്മൾ എഴുതി വെച്ചിരുന്നു. ആ ഒരു സിസ്റ്റത്തിലാണ് ഇതിന് പറഞ്ഞത് എഴുതുക കേട്ടോ. ആ ഒരു സിസ്റ്റമാണ് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത്. ബുക്ക് ഓഫ് പ്രൈം എൻട്രി, ബുക്ക് ഓഫ് ഒറിജിനൽ എൻട്രി എന്ന് പറയുന്നത്. ഇനി ഈ ബുക്കിൽ എന്താ ചെയ്യുന്നത്? ട്രാൻസാക്ഷൻസ് ആർ റെക്കോർഡ് ഇൻ ദെയർ ക്രോണോളജിക്കൽ ഓർഡർ. എന്താ ഈ ക്രോണോളജിക്കൽ ഓർഡർ പറഞ്ഞു കഴിഞ്ഞാൽ? ക്രോണോളജിക്കൽ ഓർഡർ ഷാഹിദ്, എന്താ ഈ ക്രോണോളജിക്കൽ ഓർഡർ പറഞ്ഞു കഴിഞ്ഞാൽ? ഒരുപാട് ട്രാൻസാക്ഷൻ നടക്കുന്നുണ്ട്, അതൊക്കെ അതിന്റെ ക്രോണോളജിക്കൽ ഓർഡറിൽ റെക്കോർഡ് ചെയ്തിരിക്കുന്നു പറയുന്നത്. എന്താ ക്രോണോളജിക്കൽ ഓർഡർ പറഞ്ഞാൽ ഷാഹിദേ? ഷാഹിദ് പറയും, എന്താ ക്രോണോളജിക്കൽ ഓർഡർ പറഞ്ഞാൽ? അതിന്റെ സാധാ ഫോർമാറ്റിലല്ല, സാധാരണ ഫോർമാറ്റ് എന്നുള്ളതാണ് ക്രോണോളജിക്കൽ ഓർഡർ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്. ഡേറ്റ് വൈസ് ആയിട്ട് റെക്കോർഡ് ചെയ്യുക കേട്ടോ. ആദ്യം നടന്നതിന് ആദ്യം റെക്കോർഡ് ചെയ്യുക, രണ്ടാമത് നടന്നതിന് രണ്ടാമത്, അങ്ങനെ റെക്കോർഡ് ചെയ്യുക. ഓക്കെ, ഇപ്പൊ ജനുവരി മുതൽ എടുക്കാന്ന് വിചാരിക്കുക. ജനുവരി 1-ാം തീയതി നടന്ന എഴുതുക, പിന്നെ 10-ാം തീയതി നടന്നത് എഴുതുക, പിന്നെ 2-ാം തീയതി, അങ്ങനെ പറ്റുമോ? ആദ്യം ജനുവരി 1, പിന്നെ ജനുവരി 10, പിന്നെ അതിനുശേഷം ജനുവരി 2, അങ്ങനെ ചെയ്യാൻ പറ്റുമോ? അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പറ്റില്ല. 1-ാം തീയതി നടന്ന് മുഴുവൻ കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക? 2-ാം തീയതി, അത് കഴിഞ്ഞാൽ അടുത്ത 3, അടുത്ത 4, അങ്ങനെ കറക്റ്റ് ഡേറ്റ് വൈസ് ആയിട്ട് എന്ത് ചെയ്യണം? റെക്കോർഡ് ചെയ്യണം എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, അടുത്തതായിട്ട് പറയുന്നത് നോക്കൂ. ദ പ്രോസസ് ഓഫ് റെക്കോർഡിംഗ് ട്രാൻസാക്ഷൻ ഇൻ ജേണൽ ഈസ് കോൾഡ് ജേണലൈസേഷൻ. അതൊന്ന് അണ്ടർലൈൻ ചെയ്യുക, ജേണലൈസേഷൻ. അപ്പോൾ നമ്മൾ ട്രാൻസാക്ഷൻ നടന്നു കഴിഞ്ഞാൽ ആ ട്രാൻസാക്ഷനെ ക്രോണോളജിക്കലായിട്ട് ബുക്കിൽ റെക്കോർഡ് ചെയ്ത് വെക്കണില്ലേ? ആ ചെയ്യുന്ന പണി എന്ത് പറയുന്നത്? ജേണലൈസേഷൻ. അങ്ങനെ റെക്കോർഡ് ചെയ്യുന്ന ആ പ്രോസസ്സാണ് എന്ത്? ജേണലൈസേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്തൊക്കെ പഠിച്ചു? ഇതിന് എന്തൊക്കെ പേരുണ്ട്? ബുക്ക് ഓഫ് പ്രൈം എൻട്രി ഉണ്ട്, ബുക്ക് ഓഫ് ഒറിജിനൽ എൻട്രി ഉണ്ട്, അതേപോലെ തന്നെ ഇതിൽ ക്രോണോളജിക്കൽ ഓർഡറിലാണ് റെക്കോർഡ് ചെയ്യുന്നത്, പിന്നെ ഇതിൽ റെക്കോർഡ് ചെയ്യുന്ന പ്രോസസ് ജേണലൈസേഷൻ എന്നാണ് പറയുന്നത്. ഇനി ഒരു ജേണലൈസേഷനിലൂടെ നമ്മളൊരു എൻട്രി റെക്കോർഡ് ചെയ്തു. ഫോർ എക്സാമ്പിൾ ആയിട്ട് ഞാൻ പർച്ചേസ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് അക്കൗണ്ട്, ക്യാഷിനെ പർച്ചേസ് ചെയ്തൊരു എൻട്രി അതിൽ എഴുതി വെച്ചു. അങ്ങനെ എഴുതി വെച്ചതിനെ പറയുന്ന ഒന്നാണ് ജേണൽ എൻട്രി. നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു ട്രാൻസാക്ഷൻ അതിലിങ്ങനെ എഴുതി ജേണലൈസ് ചെയ്ത് വെച്ചു. ആ ജേണലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ആ എഴുതിയതിനെ പറയുന്നതാണ് എന്ത്? ജേണൽ എൻട്രി. ആ ബുക്കിൽ കാണുന്നതൊക്കെ എന്താണ്? ജേണൽ എൻട്രീസ് ആണ്. ഓക്കെ, അപ്പൊ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടോ? ഈ പറഞ്ഞ കാര്യങ്ങള്? ഓക്കെ, അപ്പൊ ഇനി അടുത്തത് എന്തൊക്കെയാണ് ഇതിന്റെ ഫങ്ഷൻസ്? എന്തൊക്കെയാണ് ഫങ്ഷൻസ് ഒന്ന് നോക്കാം. ഫങ്ഷൻസ് നോക്കൂ, ഏതൊക്കെ പറയൂ. കാണുന്നില്ല, സ്ക്രീനിൽ കാണുന്നില്ല എനിക്ക്? 3 ഫങ്ഷൻസാണ് പറയുന്നത്. ഒന്ന് അനലിറ്റിക്കൽ ഫങ്ഷൻസ്, രണ്ടാമത് റെക്കോർഡിംഗ് ഫങ്ഷൻസ്, 3 ഹിസ്റ്റോറിക്കൽ ഫങ്ഷൻസ്. എന്താ അനലിറ്റിക്കൽ ഫങ്ഷൻസ്? ഈ ജേണലിൽ ചെയ്യുന്നത് എന്തിനാ? എന്തെങ്കിലും ഫങ്ഷൻ ഇല്ലാതെ വെറുതെ ചെയ്തൊരു കാര്യമുണ്ടോ? ഇല്ല. എന്താണ് ഈ ജേണൽ കൊണ്ടുള്ള അതിന്റെ ഫങ്ഷൻ എന്താണ്? ഈച്ച് ട്രാൻസാക്ഷൻ ഈസ് അനലൈസ്ഡ് ഇൻ ടു ദ ഡെബിറ്റ് ആസ്പെക്ട് ആൻഡ് ക്രെഡിറ്റ് ആസ്പെക്ട്. ദിസ് ഹെൽപ്സ് ടു ഫൈൻഡ് ഔട്ട് ഹൗ ഈച്ച് ട്രാൻസാക്ഷൻ വിൽ ഫൈനാൻഷ്യലി അഫക്ട് ദ ബിസിനസ്. നമ്മൾ ട്രാൻസാക്ഷൻ നടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് നമ്മൾ ഡെബിറ്റ് ആസ്പെക്റ്റും ക്രെഡിറ്റ് ആസ്പെക്റ്റും ഐഡന്റിഫൈ ചെയ്ത് ജേണലിൽ റെക്കോർഡ് ചെയ്ത് വെക്കുന്നു. അങ്ങനെ റെക്കോർഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും അത് എങ്ങനെയാണ് ബിസിനസ് ഫൈനാൻഷ്യലി എഫക്ട് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞു കഴിഞ്ഞു നേരത്തെ, പർച്ചേസ് ചെയ്യുന്ന അക്കൗണ്ടാണ്, പർച്ചേസ് ചെയ്യുന്ന ഒരു ട്രാൻസാക്ഷനാണ്. ക്യാഷ് കൊടുത്ത് പർച്ചേസ് ചെയ്യുന്നു. ഞാൻ എന്താ എൻട്രി ചെയ്താ പറയൂ? ക്യാഷ് കൊടുത്ത് പർച്ചേസ് ചെയ്തോ? അംന എന്തായിരിക്കും എൻട്രി? ക്യാഷ് കൊടുത്ത് പർച്ചേസ് ചെയ്യുന്നു. ഗുഡ്സ് ആണ് പർച്ചേസ് ചെയ്യുന്നത്, ഗുഡ്സ് പർച്ചേസ് ചെയ്യുന്നു. കേൾക്കുന്നില്ല? എന്ത് സർ? ക്വസ്റ്റ്യൻ മനസ്സിലായില്ല. ഞാൻ ക്യാഷ് കൊടുത്തിട്ട് ഗുഡ്സ് പർച്ചേസ് ചെയ്യുന്നു. പർച്ചേസ് ഗുഡ്സ് ഫോർ ക്യാഷ്. എന്തായിരിക്കും ജേണൽ എൻട്രി? പർച്ചേസ് ചെയ്യുന്നു, പർച്ചേസ്. അപ്പോ പറഞ്ഞോളൂ, തെറ്റിയ കുഴപ്പമില്ല.
പർച്ചേസ് ഏതൊക്കെ അക്കൗണ്ട് വരിക? പർച്ചേസ് അക്കൗണ്ട് വരും, പിന്നെ ഏത് വരും? ക്യാഷ് അക്കൗണ്ട്. ക്യാഷ് അക്കൗണ്ട് വരും. ഏത് ഡെബിറ്റ് ചെയ്യണം? പർച്ചേസിന് എന്ത് ചെയ്യണം? പർച്ചേസിന്റെ അക്കൗണ്ടാ പർച്ചേസ് ഡെബിറ്റ്. പർച്ചേസിന് ഡെബിറ്റ് ചെയ്യണം. പർച്ചേസ് അക്കൗണ്ട് ഡെറ്റർ ടു ഏതാ? അക്കൗണ്ട്. ടു ക്യാഷ് അക്കൗണ്ട്. ഇത് ഈ ഒരു എൻട്രി നോക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും എങ്ങനെ ബിസിനസ് ഫൈനാൻഷ്യലി എഫക്ട് ചെയ്ത്. നോക്കുക, ഫൈനാൻഷ്യലി ബിസിനസ്സിന് ടു ക്യാഷ് പോയി, ക്യാഷ് കുറഞ്ഞില്ലേ, ബിസിനസിന്റെ ഫൈനാൻസ് കുറഞ്ഞില്ലേ അല്ലേ? പറഞ്ഞത് അസറ്റ് എന്ത് ചെയ്തു? പർച്ചേസ് ചെയ്യുമ്പോൾ ഗുഡ്സ് കൂടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു എൻട്രി നോക്കി നമുക്ക് കറക്റ്റായിട്ട് ഓരോ ട്രാൻസാക്ഷൻ അനലൈസ് ചെയ്യാൻ പറ്റും. അനലിറ്റിക്കൽ ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്താണ്? എല്ലാ ട്രാൻസാക്ഷൻ ചെയ്യുന്നതിന് അത് ഡെബിറ്റ് ആസ്പെക്റ്റും ക്രെഡിറ്റ് ആസ്പെക്റ്റും കറക്റ്റായിട്ട് അനലൈസ് ചെയ്തിട്ടാണ് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത്. അങ്ങനെ റെക്കോർഡ് ചെയ്യുന്നതുകൊണ്ട് എന്ത് ചെയ്യുന്നു, എങ്ങനെ ബിസിനസ് ഫൈനാൻഷ്യലി ഇത് അഫക്റ്റ് ചെയ്യുന്നു എന്ന് നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റും, കറക്റ്റായിട്ട് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും. ഇതാണ് അനലിറ്റിക്കൽ ഫംഗ്ഷൻ പറയുന്നത്. പോയിന്റ് ക്ലിയർ ആണോ? പെട്ടെന്ന് നോക്കൂ, ഒരു 10-15 മിനിറ്റ് കൂടി മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. പവർ പ്രോബ്ലം ഉണ്ടാവും. ഇത് ക്ലിയർ ആണോ? ക്ലിയർ ആണ്. അടുത്ത റെക്കോർഡിംഗ് ഫംഗ്ഷനാണ് പറയുന്നത്. റെക്കോർഡിംഗ് ഫംഗ്ഷൻ എന്താ പറയുന്നത്? അക്കൗണ്ടൻസി ഈസ് എ ബിസിനസ് ലാംഗ്വേജ്. നമ്മൾ പറഞ്ഞ ലാംഗ്വേജ് ഓഫ് ബിസിനസ് പഠിച്ചിട്ടുണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് പറയുന്നത്? വിച്ച് ഹെൽപ്സ് ടു റെക്കോർഡ് ദ ട്രാൻസാക്ഷൻ ബേസ്ഡ് ഓൺ ദ പ്രിൻസിപ്പിൾസ്. Each such recording entry is supported by a narration which explains the transaction in simple language. Narration means narrate, that is to explain. It starts with the word being. Recording function എന്ന് പറയുന്നത് നമ്മൾ എല്ലാ ട്രാൻസാക്ഷൻസും റെക്കോർഡ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് വലിയ പ്രൊഫഷൻസ് ആവാൻ പോകുന്ന ആളുകളാണ്, നിങ്ങൾക്ക് ട്രാൻസാക്ഷൻ കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവും. റെക്കോർഡ് ചെയ്യുമ്പോൾ പർച്ചേസ് അക്കൗണ്ട് അറ്റർ ടു ക്യാഷ് അക്കൗണ്ട്, അല്ലെങ്കിൽ സെയിൽസ് അക്കൗണ്ട് മണി ക്യാഷ് അക്കൗണ്ട് അറ്റർ ടു സെയിൽസ് അക്കൗണ്ട്, ഇതെന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റും. പക്ഷെ അത് നിങ്ങൾ വെറുതെ അത് മാത്രമല്ല റെക്കോർഡ് ചെയ്യുന്നത്, കറക്റ്റ് നിങ്ങൾ ജേണൽ എഴുതുമ്പോൾ നറേഷൻ കൊടുത്ത് കറക്റ്റായിട്ട് ബീയിങ് ഗുഡ്സ് പർച്ചേസ്ഡ് ഫോർ ക്യാഷ്, അല്ലെങ്കിൽ ബീയിങ് ഗുഡ്സ് സോൾഡ് ഫോർ ക്യാഷ്, അങ്ങനെ പറഞ്ഞിട്ട് എന്ത് ചെയ്യും, നറേഷൻ കൊടുക്കും. ആ നറേഷൻ റെക്കോർഡ് ചെയ്ത് വെക്കുന്നുണ്ട്. ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ പ്രോപ്പറായിട്ട് റെക്കോർഡ് ചെയ്ത് വെക്കുന്നുണ്ട്. ആ റെക്കോർഡ് ചെയ്ത് വെക്കുന്നതുകൊണ്ട് ആർക്ക് വേണമെങ്കിലും നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും. നിങ്ങൾക്ക് പോലെ പ്രൊഫഷൻസിന് മാത്രമല്ല മനസ്സിലാക്കാൻ പറ്റുക. സാധാരണ ഒരാൾ വന്നിട്ട് അയാൾക്ക് ചിലപ്പോൾ ജേണൽ എൻട്രി മനസ്സിലാവണമെന്നില്ല. അതിൻ്റെ താഴെ നറേഷൻ എന്ത് ചെയ്യും? ആ നറേഷൻ എന്ന് പറഞ്ഞത് എന്താണ്? ഒരു എക്സ്പ്ലനേഷനാണ്. എന്താണ് ആ ട്രാൻസാക്ഷൻ എക്സ്പ്ലെയിൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. അത് നമ്മൾ എങ്ങനെയാണ് എഴുതുന്നത് നമ്മൾ പഠിക്കും. എല്ലാ നറേഷൻ സ്റ്റാർട്ട് ചെയ്യേണ്ടത് എങ്ങനെയാണ്? ബീയിങ് എന്ന വേർഡ് ഉപയോഗിക്കണം. അപ്പോൾ ഗുഡ്സ് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ബീയിങ് ഗുഡ്സ് പർച്ചേസ്ഡ് ഫോർ ക്യാഷ്. ഇനി ക്രെഡിറ്റ് ആണെങ്കിൽ ബീയിങ് ഗുഡ്സ് പർച്ചേസ്ഡ് ഓൺ ക്രെഡിറ്റ് ഫ്രം ആരാണ്? ആരുടെ കയ്യിൽ നിന്നാണോ അത്. ഓക്കെ, അങ്ങനെ കൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? ഒരു എക്സ്പ്ലനേഷൻ കൂടി കൊടുക്കും. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ആർക്കും ഇത് എന്ത് ചെയ്യും? മനസ്സിലാക്കാൻ എളുപ്പമായിരിക്കും. ഇപ്പോൾ റെക്കോർഡിംഗ് ഫംഗ്ഷൻ എല്ലാ ട്രാൻസും കറക്റ്റായിട്ട് റെക്കോർഡ് ചെയ്യുന്നുണ്ട്. ദെൻ ഹിസ്റ്റോറിക്കൽ ഫംഗ്ഷൻ, മൂന്നാമത് പറയുന്നത് ഹിസ്റ്റോറിക്കൽ ഫംഗ്ഷൻ. എന്താ ഹിസ്റ്റോറിക്കൽ ഫംഗ്ഷൻ എന്ന് പറയുന്നത് നോക്കൂ. ഇറ്റ് കണ്ടെയ്ൻസ് എ ക്രോണോളജിക്കൽ റെക്കോർഡ് ഓഫ് ട്രാൻസാക്ഷൻ ഫോർ ഫ്യൂച്ചർ റെഫറൻസ്. നമുക്കറിയാം, നമ്മൾ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് എഴുതിയിട്ട് അത് വലിച്ചെറിയുക അല്ലെങ്കിൽ നശിപ്പിച്ച് കളയുകയല്ല ചെയ്യുക. അത് നമ്മൾ കറക്റ്റായിട്ട് സൂക്ഷിച്ച് വെക്കും. ഏറ്റവും കുറഞ്ഞത് കമ്പനിയെ സംബന്ധിച്ച് 8-10 വർഷം നമ്മൾ എന്ത് ചെയ്യണം? എടുത്തു വെക്കണം എന്നുള്ളതാണ്. ഓരോ സമയത്ത് ലോ പറയും എത്ര വർഷത്തെ മെയിൻറ്റെയിൻ ചെയ്യണം എന്നുള്ളത്. അപ്പോൾ അത്രയും വർഷം നമ്മൾ ഏറ്റവും ചുരുങ്ങിയത് അത് പ്രിസർവ് ചെയ്ത് വെക്കുന്നുണ്ട്. ആ ജേണലായാലും ലെഡ്ജർ ആയാലും അല്ലെങ്കിൽ മറ്റുള്ള ഫൈനൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ആയാലും ഒക്കെ അത് നമ്മൾ നശിപ്പിച്ച് കളയാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഇപ്പോൾ ഒരു 4-5 വർഷം കഴിഞ്ഞിട്ട് നമുക്ക് ഡൗട്ട് തോന്നുക, ആ ട്രാൻസാക്ഷനിൽ എന്തെങ്കിലും ഡൗട്ട് തെറ്റ് വന്നിട്ടുണ്ടോ, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? റെഫർ ചെയ്യാൻ വേണ്ടിയിട്ട് അത് പോയി എടുത്ത് നോക്കാൻ പറ്റും. അപ്പോൾ ഹിസ്റ്റോറിക്കൽ ഫംഗ്ഷൻ എന്ന് പറയുന്നത് നമുക്ക് ഫ്യൂച്ചറിൽ ഏതെങ്കിലും റെഫറൻസ് ട്രാൻസാക്ഷനിൽ ഏതെങ്കിലും ഫ്യൂച്ചറിൽ റെഫറൻസ് വരികയാണെന്നുണ്ടെങ്കിൽ ആ സമയത്ത് ഇതിന് അപ്രോച്ച് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് ജേണലിൽ ഹിസ്റ്റോറിക്കൽ ഫംഗ്ഷൻ കൂടി പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ 3 ഫംഗ്ഷൻസ് ആണെന്ത്? അനലിറ്റിക്കൽ ഫംഗ്ഷൻസ്, റെക്കോർഡിംഗ് ഫംഗ്ഷൻസ് ആൻഡ് ഹിസ്റ്റോറിക്കൽ ഫംഗ്ഷൻസ്. ക്ലിയർ ആണോ? ഹിസ്റ്റോറിക്കൽ ഫംഗ്ഷൻ. ഓക്കെ, ഇനി ഇതിന്റെ അഡ്വാൻറ്റേജസ് കൂടി നോക്കിയിട്ട് നമുക്ക് അടുത്ത പ്രോബ്ലം ചെയ്യാൻ ടൈം ഉണ്ടെങ്കിൽ നോക്കാം, അല്ലെങ്കിൽ അടുത്ത ക്ലാസ്സിലേക്ക് മാറ്റാം. ആദ്യമായിട്ട് പറയുന്നത് അഡ്വാൻറ്റേജ്. എന്തൊക്കെയാണ് ഇതിന് അഡ്വാൻറ്റേജ്? നമ്മൾ നേരത്തെ പറഞ്ഞതിന്റെ വേറെ തരത്തിൽ പറയുന്നു കേട്ടോ. അത് തന്നെ ക്രോണോളജിക്കൽ റെക്കോർഡ്. എന്താ ക്രോണോളജിക്കൽ റെക്കോർഡ് പറഞ്ഞാൽ? നേരത്തെ പറഞ്ഞു ഡേറ്റ് ടു ഡേ ഇൻഫർമേഷൻസ്, എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യുന്നു? ഡേറ്റ് വൈസ് ആയിട്ട് എപ്പോഴാണ് സംഭവിക്കുന്നത് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? റെക്കോർഡ് ചെയ്യുന്നത്.
അല്ലാതെ തോന്നിയ പോലെ ഓർഡറിൽ റെക്കോർഡ് ചെയ്യല്ലേ ചെയ്യുന്നത്. കറക്റ്റ് ആ ട്രാൻസാക്ഷൻ എപ്പോഴും സംഭവിച്ചു അതിനനുസരിച്ച് ആ ടൈമിനനുസരിച്ച് എന്ത് ചെയ്യുന്നത് റെക്കോർഡ് ചെയ്ത് വെക്കുന്നത്. മിനിമൈസ് ദി പോസിബിലിറ്റി ഓഫ് എറേഴ്സ്. എറേഴ്സിന്റെ പോസിബിലിറ്റി നമുക്ക് കുറയ്ക്കാൻ പറ്റും. എങ്ങനെയാണ് അഡ്വാൻറ്റേജ് ആയിട്ട് പറയാൻ പറ്റുന്നത്? എന്തുകൊണ്ടാണ് ഈ എറേഴ്സ് കുറയ്ക്കാൻ പറ്റുമെന്ന് പറയുന്നത്? നമ്മൾ ഒരു ഭാഗം ഡെബിറ്റ് മാത്രം അല്ലെങ്കിൽ ക്രെഡിറ്റ് മാത്രമല്ല റെക്കോർഡ് ചെയ്യുന്നത്. ഡെബിറ്റും ക്രെഡിറ്റും കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട് റെക്കോർഡ് ചെയ്യുക, എല്ലാം അനലൈസ് ചെയ്തിട്ട് റെക്കോർഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എത്ര ഡെബിറ്റ് ഉണ്ടോ അതിന് ഈക്വൽ ആയിട്ട് ക്രെഡിറ്റ് വരണം. അവിടെ എന്തെങ്കിലും ബാലൻസിങ് അല്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും തെറ്റ് വന്നു എന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ തെറ്റുകൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും തിരിച്ചറിയാൻ അല്ലെങ്കിൽ ഒഴിവാക്കാൻ പറ്റും. ഓക്കെ. നറേഷനുള്ള എന്താണ് എക്സ്പ്ലനേഷൻ ആണ്. അപ്പോൾ ഇത് വായിക്കാൻ ഈ അക്കൗണ്ടിങ് ആ ലാംഗ്വേജ് പഠിക്കാത്ത ആളുകൾക്കും എന്ത് ചെയ്യാൻ പറ്റും അത് വായിച്ചു കഴിഞ്ഞാൽ എന്താണ് ഈ ട്രാൻസാക്ഷൻ നടന്നതെന്ന് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റും. നറേഷൻ ഇറ്റ് മീൻസ് ദ എക്സ്പ്ലനേഷൻ ആണ്. ദെൻ അടുത്തായിട്ട് എന്താണ് ഹെൽപ്സ് ടു ഫൈനലൈസ് ദ അക്കൗണ്ട്സ്. നമ്മുടെ ഫൈനലൈസേഷൻ ആണ് നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗം. അവിടേക്ക് എത്തുന്നതിന് മുമ്പ് എന്ത് ചെയ്യാം ഫൈനലൈസേഷന് മുമ്പ് ഈ ഡെബിറ്റും ക്രെഡിറ്റും കറക്റ്റായിട്ട് റെക്കോർഡ് ചെയ്താൽ മാത്രം നമുക്ക് എന്ത് ചെയ്യും നമ്മൾ ഉദ്ദേശിച്ചത് സിമ്പിളായിട്ട് നമുക്ക് ഫൈനലൈസ് ചെയ്യാൻ പറ്റും. ഈസ് ദ ബേസ് ഓഫ് ലെഡ്ജർ. ഇറ്റ് ഈസ് ദ ബേസ് ഓഫ് ലെഡ്ജർ പോസ്റ്റിംഗ് ആൻഡ് അൾട്ടിമേറ്റ് ട്രയൽ ബാലൻസ്. അതായത് നമുക്ക് ഈ ജേണലിനെ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ലെഡ്ജർ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യുന്നത്. ആ ലെഡ്ജറിനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യുന്നത്. നമുക്കറിയാം ട്രയൽ ബാലൻസിനെ ബേസ് ചെയ്തുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ ഫൈനൽ സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ടാക്കുന്നത്. നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആയാലും അല്ലെങ്കിൽ ബാലൻസ് ഷീറ്റ് ആയാലും ഒക്കെ ഉണ്ടാക്കുന്നത് എന്താണ് നമ്മൾ ട്രയൽ ബാലൻസിനെ ബേസ് ചെയ്തുകൊണ്ടാണ്. അപ്പോൾ എല്ലാത്തിനെയും ബേസ് തുടങ്ങുന്നത് എവിടെ നിന്ന് ജേണലിൽ നിന്നാണ്. അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത് ഹെൽപ്സ് ടു ഫൈനലൈസ് അക്കൗണ്ട്സ് എന്ന് പറയുന്നത്. ഓക്കെ. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ബുദ്ധിമുട്ടുണ്ടോ പഠിക്കാൻ? അഡ്വാൻറ്റേജസ് ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല. ഓക്കെ. ഇനി ഇതിൻ്റെ ഒരു മോഡൽ കൂടി നോക്കാം കേട്ടോ. ഇതിൻ്റെ ഒരു സ്പെസിമെൻ ഒരു മോഡൽ എങ്ങനെയാണ് ഇതിൻ്റെ ഒരു പ്രോഫോമ ഒരു ജേണൽ നിങ്ങൾ എഴുതേണ്ടത്. ആദ്യം ഡേറ്റ് കോളാണ് പ്രൊവൈഡ് ചെയ്യേണ്ടത്. ഒരു ട്രാൻസാക്ഷൻ നടന്നത് എന്നാന്ന് അറിയാൻ വേണ്ടി ഡേറ്റ് കോളം. ഇതിന് പർട്ടിക്കുലേഴ്സ്. ഈ പർട്ടിക്കുലേഴ്സിൽ നമ്മൾ എഴുതുക നമ്മൾ ഇന്ന ഡെബിറ്റ് ചെയ്യുക ഇന്ന അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്യുക എന്ന് പറയില്ലേ. ഇപ്പോൾ ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാപിറ്റൽ അക്കൗണ്ട് അങ്ങനെയാണെങ്കിൽ ആ അക്കൗണ്ട് ഏത് ഡെബിറ്റ് ചെയ്യണം ക്രെഡിറ്റ് ചെയ്യണം ആ അക്കൗണ്ട് നമ്മളിവിടെ എഴുതുന്നത്. അതേപോലെ തന്നെ നറേഷനും പ്രൊവൈഡ് ചെയ്യാനുള്ള കോളാണിത് പർട്ടിക്കുലേഴ്സ് കോളം എന്നുള്ളത്. അടുത്ത കോളം വൗച്ചർ നമ്പറിൻ്റെ കോളാണ്. വൗച്ചർ എന്ന സപ്പോർട്ടിംഗ് ഡോക്യുമെൻറ്റ്. നമ്മൾ ആ ട്രാൻസാക്ഷൻ സപ്പോർട്ടിംഗ് ഡോക്യുമെൻറ്റ്സ് എഴുതുന്ന. അപ്പോൾ എക്സാമ്പിളായിട്ട് ഒരു ബില്ലിൻ്റെ നമ്പറാണ് വിചാരിക്കുക. ബില്ലിൻ്റെ നമ്പർ 153 ആണെങ്കിൽ ആ 153 ബിൽ നമ്പർ എഴുതാൻ വേണ്ടിയിട്ടുള്ള വൗച്ചർ എന്നുള്ള കോളം ആണ്. അടുത്തായിട്ട് വരുന്നത് ലെഡ്ജർ ഫോളിയോ. നമ്മൾ ജേണലിൽ നിന്ന് ഓരോ അക്കൗണ്ടും നമ്മൾ ലെഡ്ജറിലുണ്ടാവും. അപ്പോൾ എക്സാമ്പിളായിട്ട് ക്യാപിറ്റൽ അക്കൗണ്ട് ആണ് ക്യാപിറ്റൽ അക്കൗണ്ട് ലെഡ്ജറിലുണ്ടാവും. അപ്പോൾ ലെഡ്ജറിൽ ഏത് പേജിലാണോ ആ അക്കൗണ്ട് ഉള്ളത് ക്യാപിറ്റൽ അക്കൗണ്ട് ഉള്ളത് ആ പേജ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ലെഡ്ജർ ഫോളിയോ എന്നൊരു കോളം. അടുത്ത 2 എമൗണ്ട് കോളങ്ങൾ ഡെബിറ്റ് കോളം ക്രെഡിറ്റ് കോളം. ഇതാണ് നമ്മൾ അടുത്ത ക്ലാസ്സുകളിൽ ഈ ഫോർമാറ്റിലാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യാൻ പോകുന്നത്. എല്ലാ ട്രാൻസാക്ഷനും ജേർണലൈസ് ചെയ്യും. അപ്പോൾ അതിനുള്ള എക്സ്പ്ലനേഷൻസ് ഇവിടെ തന്നിട്ടുണ്ട്. ഓരോ കോളത്തിനുള്ളതും ഒന്ന് വായിച്ച് നോക്കിയാൽ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. അവിടെ ചാർജ് തീരാനായിട്ടുണ്ട്. പവർ ഓഫ് ആവും തൊട്ടടുത്ത്. അപ്പോൾ അതുകൊണ്ടാണ് ഒന്ന് സ്പീഡാക്കിയത്. അപ്പോൾ നിങ്ങൾ എന്തായാലും എന്ത് ചെയ്യുക ഇതൊന്ന് വായിച്ച് നോക്കുക. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്കുള്ള ഒരു എക്സസൈസ് എന്നുള്ളത് ഒരു ഹോംവർക്ക് തന്നിട്ടുണ്ടല്ലേ. ഈ ഒരു ട്രാൻസാക്ഷൻ ഇല്ലുസ്ട്രേഷൻ 3 ഈ എക്സാമ്പിൾ നോക്കുക. അതേപോലെ തന്നെ ഇല്ലുസ്ട്രേഷൻ 4 എന്താ ഒന്ന് വായിച്ച് നോക്കുക. ട്രാൻസാക്ഷൻസ് വായിച്ച് മനസ്സിലാക്കുക. അടുത്ത ക്ലാസ്സിൽ നമ്മൾ എന്ത് ചെയ്യും പ്രോബ്ലം ചെയ്യും. ഇല്ലുസ്ട്രേഷൻ 4 നന്നായിട്ട് വായിച്ച് എന്താണ് കാര്യങ്ങളെന്ന് മനസ്സിലാക്കുക കേട്ടോ. ഓക്കെ. ക്ലിയർ അല്ലേ? ഹലോ. ഓക്കെ. ഇന്ന് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാണ്. സെഷൻ വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പോൾ എല്ലാ ആളുകളും കറക്റ്റ് ആയിട്ട് കാര്യങ്ങൾ നോക്കുക കേട്ടോ. എന്തെങ്കിലും അടുത്ത ക്ലാസ് നാളെ ഉണ്ടാവും. ഓക്കെ. എന്തെങ്കിലും ഡൗട്ട് മനസ്സിലാവുന്നെങ്കിൽ എന്നെ കോണ്ടാക്ട് ചെയ്യുക. നമ്പർ ഇല്ല എന്നുണ്ടെങ്കിൽ ഒന്ന് നോട്ട് ചെയ്തോളൂ കേട്ടോ. ഞാൻ ടെക്സ്റ്റിൽ എഴുതുന്നുണ്ട് 9744663292. വാട്സപ്പിൽ കോണ്ടാക്ട് ചെയ്യുന്ന നമ്പറാണ്. നിങ്ങളെ ഗ്രൂപ്പിലുള്ള വാട്സപ്പ് നമ്പറിൽ മേ ബി എനിക്ക് കാണാൻ പറ്റണമെന്നില്ല. അപ്പോൾ നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് അയക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ നമ്പറിൽ അയക്കുന്നതായിരിക്കും നല്ലത്. 9744663292 സേവ് ചെയ്ത് വെക്കുക. അപ്പോൾ നിങ്ങൾ എന്തായാലും എന്ത് ചെയ്യുക ഡൗട്ട് ഉള്ളത് അന്ന് ക്ലിയർ ചെയ്ത് പോവുക. ഓക്കെ. ഓക്കെ. വൈൻഡ് അപ്പ് ചെയ്യാം.